എനിക്കായി നല്ലൊരു സഖിയായി വന്നു മരുഭൂമിയിൽ ഏതു നേരവും തണലോരമായ നാഥൻ വരും. മരുഭൂമിയിൽ ഏതു നേരവും തണലോരമായ നാഥൻ വരും. എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി വന്നു, എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി വന്നു. മരുഭൂമിയിൽ ഏതു നേരവും തണലോരമായ നാഥൻ വരും. മരുഭൂമിയിൽ ഏതു നേരവും തണലോരമായ നാഥൻ വരും. എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി വന്നു. ആശ്രയം തിരുമാർവിടം, ആനന്ദം തിരുസന്നിധിയിൽ. ആശ്രയം തിരുമാർവിടം, ആനന്ദം തിരുസന്നിധിയിൽ. എന്നാലും ഞാൻ തിരുനാമം ചൊല്ലും, കരുതും സ്നേഹം ഞാൻ ഏറ്റുപാടും. എന്നാലും ഞാൻ തിരുനാമം ചൊല്ലും, കരുതും സ്നേഹം ഞാൻ ഏറ്റുപാടും. കരുതാൻ സ്നേഹസ്വരം, കരുതാൻ സ്നേഹസ്വരം. എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി
എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി വന്നു. മരുഭൂമിയിൽ എവിടെയും തണലോരമായി കാണപ്പെടുന്നു. മരുഭൂമിയിൽ എവിടെയും തണലോരമായി കാണപ്പെടുന്നു. എനിക്കായി നല്ലൊരു തുണയായി വന്നു, എനിക്കായി നല്ലൊരു സഖിയായി വന്നു. മരുഭൂമിയിൽ എവിടെയും തണലോരമായി കാണപ്പെടുന്നു. മരുഭൂമിയിൽ എവിടെയും തണലോരമായി കാണപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി എടുത്ത സ്തോത്ര വഴിപാടിന് വേണ്ടി, അതുപോലെ തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യോടൊന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി, തുടർന്ന് ചട്ടഞ്ചാലിൽ മഹത്വമുള്ള കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തദാസൻ മാസ്റ്റർ ജെയ്സൺ അവർ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിൽ അങ്ങയുടെ മഹാസാന്നിധ്യം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുന്നതിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ കർത്താവേ, ഈ യോഗത്തിന്റെ ചിലവുകളിലേക്ക് കർത്താവേ സ്തോത്ര കാഴ്ചയെടുക്കുവാനിടയായല്ലോ. അതിലേക്ക് കരം നീട്ടിയ എല്ലാ കരങ്ങളെയും സർവശക്തനായിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഇളവ് തന്റെ മക്കളുടെ മടിയിൽ സ്വർഗത്തിൽ ദൈവം പകർന്നു കൊടുക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മനോഹരമായ ഗാനങ്ങൾ ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ കർത്താവേ, ഇന്ന് രാത്രി നടക്കുന്ന വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിൽ കർത്താവെ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്ന എല്ലാ വ്യക്തികളോടും വളരെ ഹൃദ്യമായി വ്യക്തമായി അങ്ങ് സംസാരിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കർത്താവെ ജെയ്സ് പണ്ടനാട് കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വളരെ ശക്തമായി രാത്രിയിൽ ഉപയോഗിക്കണമേ. പ്രതികാൽ കർത്താവെ കാസർഗോഡ് സെന്ററിന്റെ ശുശ്രൂഷ വഹിക്കുന്ന പ്രിയ സന്തോഷ് പാസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങയുടെ തിരുകൃപ കൊണ്ട് എല്ലാവരെയും പുതിയമാറാകണമേ. അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗമിടവരുത്തുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം കൂടെ പറയാം. ഹല്ലേലൂയ. തുടർന്ന് നാം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കേരളക്കരയിൽ എല്ലാവർക്കും പരിചിതനായ പാസ്റ്റർ ജെയ്സ് പാണ്ഡനാണ് അവர்களാണ് ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. സമകാലിക ക്രൈസ്തവ ലോകത്ത് പ്രഭാഷണ ശാലുന കൊണ്ടും ദൈവശാസ്ത്ര സംബന്ധമായ അടിത്തറ കൊണ്ടും വിഷയങ്ങളുടെ വിശകലന സവിശേഷത കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിവിശേഷമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നേരിട്ട് മുഖതാവിൽ കേട്ടിട്ടില്ല. എന്നാൽ ധാരാളം അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വായിക്കുകയും പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ന് രാത്രി ഈ മലബാർ, വടക്കൻ മലബാറിൽ നമുക്ക് ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഞാൻ ഈ കാസർഗോഡ് ഏതാണ്ട് 4 നൂറ്റാണ്ട് തികയുകയാണ്. കർത്താവിന്റെ ഒരു സാക്ഷിയായി
നിൽക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളിൽ പലരുമുണ്ട്, എനിക്കറിയാം. മോൻസാരൊക്കെ ദീർഘമായ വർഷങ്ങൾ ഈ വയലിൽ ഭൂമിയിൽ അധ്വാനിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ, ദൈവദിനത്തിന്റെ പ്രഭാഷണ അവസരങ്ങൾ നമുക്ക് വളരെ ചുരുക്കമാണ്. തെക്കൻ നാടുകളിൽ, നമ്മുടെ മാതൃനാടുകളിലൊക്കെ പ്രത്യേകിച്ച് കൺവെൻഷൻ സീസണുകളും മറ്റും നിരന്തരം ഒരു ദിവസം തന്നെ പല കൺവെൻഷൻ, നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുത്ത് കേൾക്കാൻ പോകത്തക്ക വിധം പ്രഭാഷണങ്ങളുടെ നിറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ വളരെ ദുർലഭമായ നമുക്ക് ലഭിച്ച ഈ അവസരം ഇന്ന് രാത്രി ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജെയ്സ് പാർട്ണർ അവരുടെ ഞാൻ ദൈവവചന പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും ഇന്ത്യ ക്രിസ്ത്യൻ സഭയുടെ കാസർഗോഡ് സംഘടനയിൽ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിലെ ശുശ്രൂഷയിൽ നിയന്ത്രിക്കുന്ന ഈ സംഘടന ട്രഷററുകൂടിയായ കാസർഗോഡ് സെൻട്രലിന് സർവാത്മന സാന്നിധ്യം വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സംഘ പോസ്റ്റർ പ്രൊഫസർ ജോഷ് മാത്യു ഇവരെയും സദസ്സിലും സംഗതരായിരിക്കുന്ന അനുഗ്രഹരായ പോസ്റ്റർമാർ, സെൻട്രലിൻ്റെ ചുമതലകൾ വിവിധ നിലകളിൽ നിർവഹിക്കുന്ന വൈസ് പ്രസിഡന്റ് സജീവ, സെക്രട്ടറി പ്രൊഫസർ ശ്യാംരാജ്, പബ്ലിസിറ്റി കൺവീനർ പ്രൊഫസർ സിജോ അവർ, എൻ്റെ സഹപ്രവർത്തകൻ ചർച്ച ബോർഡിൻ്റെ കാസർഗോഡ് സെൻട്രലിൻ്റെ പാസ്റ്ററുമായ പ്രൊഫസർ ജേസൺ തോമസ് മകൻ, എൻ്റെ ചില സുഹൃത്ത് പ്രൊഫസർ പ്രിൻസ് ജോസഫ്, പ്രൊഫസർ ജയ്മോൻ അവർ, സർവാധിപനായ പ്രൊഫസർ മോഹൻ ഡേവിഡ്, പ്രൊഫസർ ഷിബു, വളരെ മനോഹരമായ നിലയിൽ ഈ യോഗങ്ങളിൽ സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ പ്രിയപ്പെട്ട മാത്യു അവർ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വചനം കേൾപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ലൈവ് സംപ്രേഷണത്തിലൂടെ ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹമുള്ള പ്രേക്ഷകർക്കും വളരെ മനോഹരമായ നിലയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യാൻ ഈ സ്ഥലത്ത് എത്തിച്ചേരാനും ഇന്നുകൂടി സംസാരിക്കാനും അവസരം നൽകിയ ദൈവത്തിൻ്റെ സർവ്വബോധത്തിൽ കൊണ്ടിരിക്കുക. ഒരാഴ്ച കൂടി സുവിശേഷത്തിൻ്റെ പവിത്രമായ സന്ദേശത്തിൻ്റെ പ്രഘോഷകനായി ഞാൻ നായിക നല്ല ദൈവത്തെ നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മനോഹരമായ വേദി സജ്ജമാക്കിയ എപ്പിസോഡ് കാസർഗോഡ് സംഘത്തിലെ കമ്മിറ്റിയോട് യോഗം നടത്തിയ സംവിധാനങ്ങളോട് നന്ദി അറിയിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ദൈവത്തിൻ്റെ സംവിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവും നമ്മോട് സംസാരിച്ച് ദൈവ വചനത്താൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതിനായി, നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധയോടെ അയക്കണം. അതിന് നിങ്ങളുടെ മാനസികമായ പിന്തുണയും ആത്മീയമായ പിന്തുണയും എല്ലാ പ്രസംഗത്തിനും ആവശ്യമാണ്. ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. റെസ്പോൺസ് എത്ര സമർത്ഥമായി വിഷയം അവതരിപ്പിച്ചാലും പ്രസംഗിച്ചാലും അത് റിസൾട്ട് പ്രധാനമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അതുണ്ടാകണമെങ്കിൽ
ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു വിധത്തിലുള്ള രൂപേത്തിന് പറയുന്നുണ്ട്, 4 3 ഗുണപ്പെട്ടില്ല. ഇത് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരേ വിത്ത് തന്നെയാണ്, ഒരേ വിധക്കാരൻ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് 4 3 ഗുണപ്പെടാത്തത്? വിത്തിൻ്റെ പ്രശ്നമല്ല, വിധക്കാരൻ്റെ പ്രശ്നമല്ല, ഗ്രഹത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് 4 3 ഗുണപ്പെടാത്തത് പറയുന്നത്. ഒരേ വിത്ത് തന്നെയാണ്, പക്ഷേ റെസ്പോണ്ട് 4 രീതിയിലാണ്. വചനത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. വചനത്തോട് നമ്മുടെ റെസ്പോണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പൂർണ്ണമാനമായി പ്രസംഗിക്കുകയും പൊതുവിശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു പ്രബന്ധം വളരെ റിസ്ക്കുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കത് വിടുതലായി, രോഗശാന്തിയായി, സൗഖ്യമായി, അനുഗ്രഹമായി ഒക്കെ വെളിപ്പെടാൻ നമുക്ക് അതിന് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിലൂടെ ആവശ്യപ്പെടുന്ന വികാരം നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിലൂടെ ആവശ്യപ്പെടുന്ന വികാരം, അത് സന്തോഷമാകാം, കരച്ചിലാകാം, അനുതാപമാകാം. വികാരം മാറിയുണ്ടാകാൻ പാടില്ല. അത് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നാഥൻ പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ ദാവീദിനുണ്ടാകേണ്ട വികാരമല്ലാതെ ഉണ്ടായിരുന്നു. കോപിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് ആവശ്യപ്പെട്ട വികാരം അതല്ല, പിന്നീടാണ് അനുദപിക്കുന്നത്. അപ്പോൾ അനുദപിക്കേണ്ട ആൾ കോപിക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ടാകേണ്ട വികാരമാണ് ഉണ്ടാകേണ്ടത്. വികാരം മാറിയും പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. സവിശേഷമായ ധ്യാനത്തിനും വിശകലനത്തിനായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ വായിച്ച് സഹായിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഈ നല്ല വചനത്തെ ഓർത്ത് കരമതി സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ സവിശേഷമായ നമ്മുടെ ധ്യാനത്തിനായി വായിച്ചു തരുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടുത്തറിയുണ്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ധന്യനായ പൗലോസ്. യേശു ക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാൾ പൗലോസാണ്, സെന്റ് പൗൽ. യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനം കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൗലോസിൻ്റെ ദൈവശാസ്ത്രവും ദർശനങ്ങളും പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളുമൊക്കെയാണ്. ആ രീതിയിൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ക്രൈസ്തവ സഭയുടെ 2-ാം സ്ഥാപകനാണ്, ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദി ക്രിസ്ത്യാനിറ്റി എന്ന് പോലും സഭാചരിത്രകാരന്മാർ വിളിക്കുന്നുണ്ട്. ആ രീതിയിൽ വളരെ കൃത്യമായി സ്വാധീനമുള്ള ക്രൈസ്തവ സഭയിൽ വിവിധങ്ങളായ നിലയിൽ അറിയപ്പെട്ട മിഷണറിയാണ്, സഭാസ്ഥാപകനാണ്, കൃപാവരപ്രാപ്തനാണ്, അനുഗ്രഹീതനായ റൈറ്റർ, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, സംവാദകനാണ്, ഒക്കെ നമുക്കറിയാം. ആ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ 14 ലേഖനങ്ങൾ പൗലോസിന്റെ തൂലിക വിന്യാസത്തിലൂടെ സഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ സഭയുടെ ദൈവശാസ്ത്രവും പ്രായോഗിക ദൈവശാസ്ത്രവും സഭയുടെ ധർമ്മശാസ്ത്രവും ആരാധനക്രമവും ഒക്കെയാണ്. ആ ലേഖനങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. വേണമെങ്കിൽ ക്രൈസ്തവ സഭയുടെ മാനിഫെസ്റ്റോ, ഭരണഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളെ കൂടി രേഖകളിൽ നിന്നാണ് പലപ്പോഴും യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ഉപദേശത്തിന്റെ സ്ഥിരീകരണം അത് പൗലോസിന്റെ ഫിലിപ്പിയനിൽ പറയുന്നുണ്ട്. ദ ഡിഫൻസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ സ്ഥിരീകരണവും അതിന്റെ പ്രതിവാദവും ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് ആ രീതിയിൽ സുവിശേഷം കൃത്യമായി സ്ഥിരീകരിക്കുന്ന ലേഖനങ്ങൾ
സ്ഥിരീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. വിമർശനവും ഹൈക്രിട്ടിക്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. ലളിതമായ വിഷയങ്ങൾ പൗലോസ് വളരെ കർക്കശമായിട്ടാണ് പറയുന്നത്. അതിനെ കൂടുതൽ കഠിനമായി പൗലോസ് അവതരിപ്പിക്കുന്നു. എത്ര സിമ്പിളാണ് ഗോസ്പൽ സുവിശേഷങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞ അത്ര ലളിതമായിട്ടാണ്, എന്നാൽ അതിനെ വളരെ കഠിനമായി അവതരിപ്പിക്കുന്നു എന്നുള്ള വിമർശകരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് തെറ്റായ നിരീക്ഷണമാണ്. കാരണം യേശു പ്രസംഗിച്ചതുപോലും വില്ലേജ് ഡൊനേഴ്സിനോടാണ്, തൊഴിലാളികളോടാണ്, വർക്കിംഗ് ക്ലാസ്സിനോടാണ്, സാധാരണക്കാരോടാണ് യേശു പോലും പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് യേശുവിന്റെ പ്രസംഗത്തിലെ സിംബലുകളും ഇമേജറികളും ഒക്കെ പുളിമാവും, അതുപോലെ തന്നെ കറ്റയും കൊയ്ത്തും വലയും മീൻപിടുത്തവും കടുകും ഒക്കെ വന്നതിന്റെ കാരണം ഗ്രാമീണരോടാണ് പ്രസംഗിച്ചത്. പൗലോസിന്റെ കാലഘട്ടമായപ്പോൾ നിങ്ങൾക്കറിയാം, നഗര കേന്ദ്രീകൃത മധ്യവർഗം ശക്തിപ്പെടുന്നു. പൗലോസ് ഒരു സിറ്റി ഡോക്ടറാണ്. അദ്ദേഹം കൃത്യമായി അഭിസംബോധന ചെയ്യുന്നത് ഒരു നഗര കേന്ദ്രീകൃതമായ മധ്യവർഗത്തോടാണ്. ആ കാലത്ത് യവനായ തത്വചിന്ത, ഗ്രീക്ക് ഫിലോസഫിയുടെ ശക്തി ആർജിച്ചു. ക്രൈസ്തവ സഭയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. അതിനെല്ലാം വൈജ്ഞാനികമായ തലത്തിൽ കൃത്യമായി ഏറ്റുമുട്ടിയത് പൗലോസാണ്. അതുകൊണ്ട് പൗലോസിന്റെ കാലഘട്ടവും അദ്ദേഹത്തിന്റെ ഓഡിയൻസും ആ കാലത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ആ കാലത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി നമുക്കറിയാം. പൗലോസിനെ പോലെയുള്ള ഒരു മസ്തിഷ്കബലമുള്ള, പൗലോസിനെ പോലെ വിഷണശാലിയായ ഒരു വ്യക്തിക്ക് മാത്രമേ ആ കാലഘട്ടം സഭയെ നയിക്കാൻ പറ്റൂ, ഒരു കരിസ്മാറ്റിക് ഇന്റലക്ച്വൽ ലീഡർഷിപ്പ് എന്ന നിലയിൽ. അതുകൊണ്ട് പൗലോസിന്റെ രചനകളെയും അദ്ദേഹത്തിന്റെ പദാവലികളെയും ഒക്കെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. ആ കാലഘട്ടം മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായി ആ കാര്യങ്ങൾ മനസ്സിലാവും. വളരെ ശ്രദ്ധയോടെ നമുക്ക് വളരെ ലളിതമായി ഞാൻ പറയാൻ ശ്രമിക്കാം. ദൈവശാസ്ത്രം കടന്നു വരും. ദൈവശാസ്ത്ര അധ്യാപകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി ദൈവസ്നത്തിലായിരിക്കാം. ഇന്ന് കൈകാര്യം ചെയ്യുന്ന ന്യൂട്രിഷനിലെ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. പ്രത്യേകിച്ച് ലേഖനങ്ങളാണ് പ്രസംഗിക്കാറും പഠിപ്പിക്കാറും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് പൗലോസ് ലേഖനങ്ങളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ. പ്രാർത്ഥനയോട് രാജ്യാന്തരീക്ഷത്തോട് നാം ദൈവത്തിന്റെ സന്നിധാനായിരിക്കാം. വളരെ ലളിതമായി കാര്യങ്ങൾ വിശദീകരിച്ചേരാൻ ശ്രമിക്കാം. പൗലോസിന്റെ ഈ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തു വിജ്ഞാനി ലേഖനങ്ങളാണ്. 5 ലേഖനങ്ങളിലെ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആരാണ് ക്രിസ്തു? യേശു ക്രിസ്തു എന്ന് പറയുന്ന ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവത്തെ, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവത്തെ വളരെ മനോഹരമായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. 5 ലേഖനങ്ങളിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് കൃത്യമായി പറയുന്നു. 5 ലേഖനങ്ങൾ: എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്യ ലേഖനം, എബ്രായ ലേഖനം. ഈ എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ കൃത്യമായി ക്രിസ്തുവിന്റെ ശരീരമായ സഭ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ ശരീര മർമ്മമാണ്, ആ ശരീരം കെട്ടിടം ആലയമാണ്, ആ ശരീരം ഒരു മണവാട്ടിയാണ്. സകലവും നിറയ്ക്കുന്ന തന്റെ നിറമായ തന്റെ ശരീരമായ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് സവിസ്തരമായി എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ഫിലിപ്പിയ ലേഖനം സവിസ്തരമായി നമ്മൾ 4 അധ്യായവും ഇന്ന് രാത്രി വിശദീകരിക്കും. അതല്ല ഞാൻ പറഞ്ഞുകൊള്ളാം. ഫിലിപ്പിയ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സ്വയം പരിത്യാഗിയായ ക്രിസ്തുവാണ്. അതാണ് നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഹി emptied himself, തന്നെ തന്നെ ശൂന്യനാക്കിയ, തന്നെ തന്നെ ഒഴിച്ച സ്വയം പരിത്യാഗിയായ ക്രിസ്തു. ഇത് ആദിമസഭ പാടിയ ഒരു പാട്ടാണെന്ന് പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്. ക്രിസ്റ്റോളജിക്കൽ സോങ്. പാട്ടുകാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ പോയം പോലെയാണ്. 5 മുതൽ 11 വരെ വാക്യങ്ങളിൽ ഒരു ക്രിസ്റ്റോളജിക്കൽ സോങ് ആണ്. അതിൽ പോയം പോലെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ക്രിസ്തു വിജ്ഞാനമെല്ലാം ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ ജഡവതാരം, യേശു ക്രിസ്തുവിന്റെ ദാസത്വം, യേശു ക്രിസ്തുവിന്റെ താഴ്ചയും ഉയർച്ചയും, യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, തന്റെ ഔന്നത്യം എല്ലാം അതിനകത്ത് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രൈസ്തവ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് എന്ന് ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ വായിച്ച വാക്യം ഒരു കൺവെൻഷനാണ്, ഒരു ഏറ്റുപറച്ചിലാണ്. ഞങ്ങളുടെ യേശുവിനെ ഏറ്റുപറയുകയാണ്.
ഞങ്ങൾ യേശുവിനെ ഏറ്റുപറയുന്നു. അവന്റെ പൂർവാസ്തിത്വത്തെ കുറിച്ച്, അവന്റെ ദൈവത്വത്തെ കുറിച്ച്. അവൻ കർത്താവാണ്, അവൻ ആരാധനയോഗ്യനാണ്, പ്രപഞ്ചത്തിലെ അവന്റെ ഔന്നത്യമതാണ് എന്ന് കൃത്യമായി പറയുക. പ്രസംഗങ്ങളിലും പാട്ടുകളിലും കേവലം വിശകലനം വരെ നടക്കുന്നത് നമ്മുടെ കർത്താവിനെ നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മൾ പാടിയ പാട്ടുകളിൽ യേശുവിനെ നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മൾ പാടിയ പാട്ടുകളിൽ, നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ എല്ലാം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഏറ്റുപറയുകയാണ്. സ്തോത്രം. പാട്ടുകളെ പറ്റി അടുത്തിടയ്ക്ക് തർക്കവും സംവാദവും ഉണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടായി. അപ്പോൾ പാട്ടും അത് തന്നെയാണ്. പാട്ട് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ട്രൈസാഗിയോൺ എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ തൃത്വസ്തുതി എന്നാണ് ഇത് പറയുന്നത്. ട്രൈസാഗിയോൺ എന്ന് പറഞ്ഞാൽ ട്രൈസ് ഹോളി. അതിന് റെഫറൻസ് ഉണ്ട് യെശയ്യാപ്രവചനം 6-ാം അധ്യായം. പാട്ടെഴുത്തുകാരോട് ശ്രദ്ധിക്കണം ആ വിഷയം. അവിടെ പറയുന്നു, പരിശുദ്ധൻ 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 എന്ന് സാറാവോട് പറയുകയാണ്. ഹോളി 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 മോസ്റ്റ് ഹോളി. ഹാഗിയോസ് 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 എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. അയാൾ ട്രൈസാഗിയോൺ എന്ന് പറയുന്നത്. അത് പൗരസ്ത്യ സുറിയാനി ഗീതങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഏത് പാട്ട് തുടങ്ങിയാലും തൃത്വസ്തുതിയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന് കർത്താവിനെ സ്തുതിക്കുക. നമ്മളിന്ന് പാടിയ പല പാട്ടുകളും കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. വളരെ പ്രധാനമായി പറയുന്നത് അതിന് റഫറൻസ് ഉണ്ട്. ഈ യെശയ്യാപ്രവചനം 6 മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലെ ആരാധന നിങ്ങൾ നോക്കിക്കൂ. ഗായസഭ എങ്ങനെ പാടുന്നത്? കുഞ്ഞാടേ നീ അർഹപ്പെട്ടു, സകല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും നീ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവിടെ രക്തത്തിൽ അങ്കി മൂക്കി നിൽക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച്, കർത്താവാദി കർത്താവും രാജാദി രാജാവും തന്റെ പുറമേൽ വചനം എഴുതിയിരിക്കുകയാണ്. നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ പാട്ടിന്റെ ഇതിവൃത്തം വീണ്ടെടുപ്പാണ്. അവിടുത്തെ പാട്ടിന്റെ കേന്ദ്രീകൃത പ്രമേയം അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞത്. നമ്മുടെ പാട്ടിൽ തൃത്വം ഉണ്ടാകണം, നമ്മുടെ പാട്ടിൽ ക്രിസ്തു ഉണ്ടാകണം, നമ്മുടെ പാട്ടിൽ റിഡംഷൻ ഉണ്ടാകണം, നമ്മുടെ പാട്ടിൽ ലിബറേഷൻ ഉണ്ടാകണം, നമ്മുടെ പാട്ടിൽ കുരിശ് ഉണ്ടാകണം, ക്രൂശീകരണം ഉണ്ടാകണം, സാൽവേഷൻ ഉണ്ടാകണം. അതുകൊണ്ട് ദൈവശാസ്ത്ര സൂക്ഷ്മത, ഓർത്തഡോക്സ് തെറ്റാതെ, ഡോക്മ തെറ്റാതെ, ഡോക്ടറിൻ തെറ്റാതെ ദൈവശാസ്ത്ര സൂക്ഷ്മത പാട്ടെഴുത്തുകാർ ശ്രദ്ധിക്കണം. പ്രഭാഷകൻ മാത്രമല്ല, അധ്യാപകൻ മാത്രമല്ല, പ്രവാചകനും ദൈവശാസ്ത്രം ശ്രദ്ധിക്കണം, പാട്ടെഴുത്തുകാരൻ ദൈവശാസ്ത്രം ശ്രദ്ധിക്കണം. കരമതി സ്വതന്ത്രം ചെയ്തോട്ടെ. ഞാനങ്ങനെ പറയിപ്പിക്കാത്ത ആളാണ്. നിങ്ങളൊക്കെ പറഞ്ഞോണോ സ്വാതന്ത്ര്യം? അന്നേരം എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് മാത്രമുള്ളൂ. ഞാനെനിക്ക് സ്വതന്ത്രമായിട്ട് പറയിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ ഒറ്റ പോക്ക് മുമ്പേക്ക് അവസാനിപ്പിക്കും, പ്രശ്നം കഴിയുമ്പോൾ അവസാനിപ്പിക്കും, ഓട്ടക്കുഴപ്പം പറയുമ്പോൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ വിശദമായി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പാട്ടുകളും പ്രസംഗങ്ങളും എല്ലാം ചുമ്മാതിൽ അതരമണമല്ല, നമ്മുടെ വിശ്വാസം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് സംശയമില്ല, യേശു പൂർവാസ്തിത്വമുള്ളവനാണ്. കഴിഞ്ഞ കാലം നിത്യതയിൽ പിതാവിനോട് ഒരു സന്നിഹിതനാണ്. അവൻ ദൈവമാണ്, അവൻ കർത്താവാണ്. അവിടുത്തെ പ്രായത്തിലൂടെയാണ് ഞങ്ങൾ രക്ഷ കിട്ടിയത്. അവൻ ഉയർത്തെഴുന്നേറ്റവരാണ്. യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. ആ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ പാട്ടുകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആരാധന പാട്ടുകൾ, ആ വീഡിയോ കണ്ടിട്ടില്ലാതൊക്കെ ഇവിടെ 10-25,000 പേര് കണ്ടു കഴിഞ്ഞു. ആരാധന പാട്ടുകൾ എല്ലാം പാട്ടും ആരാധനയ്ക്ക് പാടാം, പാടില്ലെന്നൊരു ആർഗ്യുമെന്റ് എനിക്കുണ്ട്. കാരണം ഇത് ക്രിസ്തു ദേവസ്തുതികളാണ്, കീർത്തനങ്ങളാണ്. ദൈവത്തെ കുറിച്ചേ പാടാവും, വേറൊന്നും ഇവിടെ പാടേ. ദൈവത്തെ കുറിച്ചുള്ള പാട്ടുകളാണ്. അമ്പലങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ കുറിച്ചുള്ള പാട്ടുകളാണ്. മാൻസെന്റേഡല്ല, ക്രിസ്റ്റോസെൻട്രിക്കായി നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള പാട്ടുകൾ, നമ്മുടെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് മാറി നിർത്തുക. നീ പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, നീ വലിയവനാണ്, നീ സ്തുത്യനാണ്. സങ്കീർത്തനങ്ങൾ തന്നെയാണ്, നീ ഭയങ്കരനാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ പ്രവൃത്തി വലുതാണ്. ദൈവത്തെ കുറിച്ചുള്ള സ്തുതികളാണ്, ദൈവത്തെ കുറിച്ചുള്ള മഹത്വമാണ്. ഇന്ന് രാത്രി ഇവിടെ മഹത്വപ്പെടുന്നത് നമ്മുടെ കർത്താവാണ്. കുഞ്ഞാടേ നീ അർഹപ്പെട്ടു. 4 ജീവികളും മൂപ്പന്മാരും, 24 മൂപ്പന്മാരും 4 ജീവികളും പ്രിയമുള്ളവരെ ദൂതന്മാരും എല്ലാം ആരാധിക്കുകയാണ്. മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിടുകയാണ്. ഈ കിരീടം ഞങ്ങളുടെ തലയിൽ അല്ല ഇരിക്കുന്നത്, നിന്റെ പാദപീഠമാണ്. യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടാൽ ഇവിടെ സിംഹാസന വിഷയമല്ല, യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടാൽ ഇവിടെ കിരീട വിഷയമല്ല, പ്രോട്ടോകോൾ വിഷയമല്ല, പ്രിവിലേജ് വിഷയം. ആർക്കും ഇന്ന് രാത്രി ഒരു പ്രിവിലേജ് ഇല്ല, ഇന്ന് രാത്രി ആർക്കും ഒരു പ്രോട്ടോകോളും ഇല്ല. ഇന്ന് രാത്രി ഒരാളും മാത്രമാണ് പ്രിവിലേജ് ഉള്ള ആള്, അത് യേശുവാണ്. അവരാണ് ഹാഗിയോസ്, അവരാണ് ഓക്സിയോസ്. നീയല്ലോ ഏക പരിശുദ്ധൻ. കരങ്ങളിൽ കർത്താവിനെ സ്വതന്ത്രം ചെയ്താണ്. അതിന്റെ ഒരു സ്മരണയുണ്ട്. തോറ്റുപോകുന്ന രാജാവ് ജയിക്കുന്ന രാജാവിന് മുമ്പിലാണ് കിരീടം. അതിന്റെ ഒരു കോൺടെസ്റ്റാണ്, പൊളിറ്റിക്കൽ കോൺടെസ്റ്റാണ് സമർപ്പിക്കുന്നത്.
പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും തോറ്റവരാണ്. ജയിച്ചവന്റെ മുമ്പിൽ, സ്തോത്രം, ജയാളിയായ ക്രിസ്തുവിന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ സ്തോത്രം, കിരീടങ്ങളെ വെച്ചുകൊണ്ട്, നിലത്തിട്ടുകൊണ്ട്, കിരീടമല്ല ഇവിടെ വിഷയം, സിംഹാസനമല്ല ഇവിടെ വിഷയം, കസേരയല്ല ഇവിടെ വിഷയം. പ്രിയമുള്ളവർ, പിന്നെ എന്താണ്? യേശുവാണ് വലിയവൻ. സ്തോത്രം. ആ യേശുവിനെ ഉയർത്തിപ്പാടുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് 2-ാം അധ്യായം വിശദീകരിക്കുന്നത്. മനുഷ്യനായ ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തെ വെളിപ്പെടുത്താനല്ല യേശു എന്ന് ശ്രദ്ധിച്ചോണം, മനുഷ്യത്വം വെളിപ്പെടുത്താനാണ്. സ്തോത്രം. അത് പിന്നെ നമ്മൾ വിശദീകരിക്കുന്നു. ഇത് വലിയ തർക്കമുണ്ടായ വിഷയമാണ് കേട്ടോ. നിങ്ങൾ അതിന്റെ അക്കാഡമിക് പ്രശ്നോട് ഞാൻ പറയാം. കാൻസലൂഡിയൻ കൗൺസിലിൽ കർക്കരോന്യ സുന്നതോസിൽ പിതാക്കന്മാരുടെ ഡിബേറ്റ് ഉണ്ടായി. ക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും, ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ, ട്രൂലി ഗോഡ് ആൻഡ് ട്രൂലി മാൻ. അത് കൃത്യമായി വിശദീകരിക്കാം. ഒരാളിൽ തന്നെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നു. ടു നേച്ചർ തിയറി. നമ്മളതിന്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുന്നത്. വൈദിക സമ്മേളനം. ഇംഗ്ലീഷും മനസ്സിലാക്കില്ല, മലയാളം പറയുന്നില്ല. വൈദിക സമ്മേളനം വാക്കുകളുണ്ട്, അതിന്റെ മലയാളം അതാണ്. അപ്പൊ അതിന് വേറെ വാക്കില്ല. ഒരാളിൽ തന്നെ മനുഷ്യത്വവും ദൈവത്വവും. അതിന്റെ പേര് വലിയ തർക്കമുണ്ടായി, സ്പ്ലിറ്റ് ഉണ്ടായി. ആ കൗൺസിലിൽ ബിഷപ്പുമാരുടെ വലിയ തർക്കമുണ്ടായി. ഒരു കൂട്ടർ വിശ്വസിക്കുന്ന ടു നേച്ചർ തിയറി തന്നെയാണ്. ഒരാളിൽ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും. 2 നേച്ചർ കൂടെ മെർജ് ചെയ്ത് ഒറ്റ നേച്ചറായി ചില ബിഷപ്സ് പറഞ്ഞു. അങ്ങനെയാണ് കർക്കദോനിയൻ കൗൺസിലിൽ സ്പ്ലിറ്റ് ഉണ്ടായത്. ഇപ്പോഴും ആ സ്പ്ലിറ്റ് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സഭകൾക്കിടയിൽ. അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ. ഞാനതിൽ സഭയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 11 വാക്യങ്ങൾ ദൈവശാസ്ത്രപരമായും സമാചരിത്രപരമായും വളരെ പ്രാധാന്യമുള്ള വാക്കാണ്. നിസ്സാരമായി അതിനെ കാണരുത്. കർത്താവ് ദൈവമായിരുന്നു, മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സമ്പൂർണനായ മനുഷ്യനായി വന്ന് മനുഷ്യത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു വന്നത്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ. കൊലോസ്യ ലേഖനത്തിന്റെ വിഷയം ക്രിസ്തു സഭയുടെ തലയാണ്. എഫേസ്യ ലേഖനത്തിൽ എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറമാണ് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ, കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയാണ് ക്രിസ്തു. സഭയുടെ തലയായ ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ യുണീക്നെസ്, യേശു ക്രിസ്തുവിന്റെ മൗലികത, യേശു ക്രിസ്തുവിന്റെ പ്രീ എമിനൻസ് വളരെ ശക്തമായി അവതരിപ്പിക്കുക. യഹോവ സാക്ഷിക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു പുസ്തകമാണ് ഇത്. യഹോവ സാക്ഷിക്കാരുമായിട്ടുള്ള ഡിബേറ്റിൽ നമ്മൾ കൃത്യമായി ഉന്നയിക്കുന്നത് കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ ലേഖനം ഏറ്റവും പ്രൗഢഗംഭീരമായ ലേഖനമാണ്. യേശു ക്രിസ്തു ആരാണ് എന്നുള്ള യേശു ക്രിസ്തുവിന്റെ 11 പദവികൾ അവതരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൃത്യമായി അവതരിപ്പിക്കുക. 11 തിരുവനന്തപുരം സഭയാണ്. ഒരു സഭയ്ക്കകത്ത് 11 രൂപ നോർത്ത്. ഒരു ഈനാം വെച്ച് വന്നാൽ നമ്മുടെ സഭ പ്രശ്നമാണ്. ഈനാം വെച്ച് പ്രശ്നം ഉണ്ടാകില്ല, മനസ്സിലാക്കിയാണ്. നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. ഒരു ഈനാം വെച്ച് സഭയിലുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. 11 ദുരുപദേശം ഭയങ്കര പ്രശ്നമാണ്. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിഷേധിച്ചവരുണ്ട്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാത്തവരുണ്ട്, സൃഷ്ടിപ്പിൽ യേശു ക്രിസ്തുവിന് ഓരോ ഏജന്റും അല്ലായിരുന്നു വിശ്വസിച്ചവരുണ്ട്. അതിനെല്ലാം കണ്ണനെ കൊണ്ട് ശരീരത്തിൽ തന്നെയുണ്ട്. ഈ സൃഷ്ടിപ്പിൽ ഒരു ഏജന്റുമല്ല. അതിന്റെ കണ്ണനമാണ് കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും യേശുവാണ് സൃഷ്ടിച്ചത്. യേശുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും സഭയിലുണ്ടെങ്കിൽ പൗലോസ് അവരോട് പറയുകയാണ്, കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും സൃഷ്ടിച്ചത് യേശുവാണ്. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനാരും അവങ്കലേക്ക് വാകുന്നു. യേശു ചരിത്രത്തിൽ സൃഷ്ടിപ്പിൽ പങ്കാളിത്തമുള്ള ആളാണ്. അവൻ മനുഷ്യത്വമുള്ള ആളാണ്, മനുഷ്യനായി വന്നവനാണ്, അവൻ ദൈവമാണ്. ഈ യേശു സകലത്തിനും ആധാരമാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാണ്, മരിച്ചവരെ നാളെ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്, അതിക്രമണ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വിശ്വവിമോചകനാണ്. അവൻ ആദ്യവും അന്തവുമാണ്, മുമ്പനായിരുന്നു, ആരംഭമായിരുന്നു. അവൻ പിതാവിനോട് സകലം നിരപ്പിച്ചവനാണ്, അവൻ പിതാവിന് ഏറ്റവും പ്രിയനായവനാണ്. 11 കാര്യം ഞാൻ പറഞ്ഞു. 11 പദവി പറയുന്നുണ്ട്. ആരാണ് ക്രിസ്തു? അതിക്രമണ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വിമോചകൻ. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്ത് നമ്മളെ ആക്കിയ യേശു നമുക്ക് വീണ്ടെടുപ്പ് നൽകിയവനാണ്. അതൊരു ദുരുപദേശമാണ്. ഈ നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും ഒക്കെ എന്തോ ഒരു ദുർവ്യാപാരമുണ്ട്. അത് നമ്മുടെ മേൽ സ്വാധീനമുണ്ടെന്ന് ആരോ പഠിപ്പിച്ചു. ഈ 21 ദിവസത്തെ ഉപവാസവും 40 ദിവസത്തെ ഉപവാസവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ദുരുപദേശം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ദുരുപദേശം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ തിയോളജി നിങ്ങൾ അറിയണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ ക്രിസ്റ്റോളജി നിങ്ങൾ അറിയണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ വ്യാഖ്യാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ ഉപദേശം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെ പ്രശ്നമാണ്. അല്ലെ ഒരു ദിവസത്തെ പോലെയാവും. സ്തോത്രം.
പൗലോസ് സഭ പോലെയാണ്. സഭയെ പഠിപ്പിച്ചു നക്ഷത്രങ്ങളിലേക്ക് ഓളങ്ങളിൽ ഏതാണ്ട് ദുർവ്യാപാരമുണ്ട്, ജനങ്ങൾക്ക് അതിന്റെ മേൽ സ്വാധീനമുണ്ട്, നിങ്ങളുടെ മേൽ അതിന്റെ മേൽ സ്വാധീനമുണ്ട്. സ്വാധീനം മാത്രമല്ല, ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്പിരിറ്റിസം, പ്രേതസമ്പർക്കം, അതിന്റെ ഖണ്ഡനമാണ് വാക്യം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, മനസ്സിലായോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ കൊലോസ്യരെ ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ആരൊക്കെ പറഞ്ഞാൽ ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിനകത്താണ്. ഇപ്പോൾ നിങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്താണ്. ഇരുട്ടിന് നിങ്ങളുടെ മേൽ ഒരു സ്വാധീനവുമില്ല. അതുകൊണ്ട് നിങ്ങളില്ല ഖണ്ഡനം. 2:14-15 ആണിയടിക്കുന്ന വ്യാഖ്യാനമാണ്. വാഴ്ചകളെയും അധികാരികളെയും മൂന്ന് കാര്യം നടന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധ വർദ്ധിപ്പിച്ചു. 1 അടിസ്ഥാനം സർവായുധ വർദ്ധം പിടിച്ചെടുത്തു. 2 പരസ്യമായി കൗതുക കാഴ്ചയാക്കി. 3 ജയോത്സവം കൊണ്ടാടി. അങ്ങനെ കുരിശിൽ തറച്ച് കടപ്പത്രം റദ്ദാക്കി അവിടെ വെച്ച് നടുവിൽ വെച്ച് നീക്കിക്കളഞ്ഞ് കുരിശിൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ, ആയുധം പിടിച്ചു വാങ്ങി തോൽപ്പിച്ചെങ്കിൽ, പരസ്യകോലമാക്കിയെങ്കിൽ, കൊലോസിലെ നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, ഗോളങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, സൂര്യന് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, ചന്ദ്രന് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, ഇരുട്ടിന് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല. യേശു ജയിച്ചവനാണ്. വാഴ്ചകളെ അധികാരങ്ങളെ സർവായുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ജയിച്ചവരാണ്. നമ്മൾ ജയിച്ചവരാണ്. യേശു സകലത്തെ തോൽപ്പിച്ചവരാണ്. അതെല്ലാ ദുരിതസരം മറുപടിയാണ്. ഞാനത് പറഞ്ഞുകൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള വീടിന്റെ ഭാഗത്ത് പഠിച്ചാൽ മതി. സ്തോത്രം. ജൂയിഷ് ലീഗലിസം സഭയിലൊക്കെ ഒരു നല്ലത്. പക്ഷെ വാവ് വേണം, ശബത്ത് വേണം, പെരുന്നാൾ വേണം, വയനാട് വേണം, ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ് ജൂയിഷ് റിലീജിയസ് ലീഗലിസത്തിന് വക്കാൻ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ശബത്തും വാവും ഒന്നും വേണ്ട. ഞായറാഴ്ച വയനാട് പോകുന്നത് കേട്ടോണം. ഞായറാഴ്ച 11:30 ആകുമ്പോഴത്തേക്കിന് 28 കെട്ടിന് പോകുന്നവർ കേട്ടോണം. മനസ്സിലായ ഓരോ ആചാര ലീഗലിസം സഭയ്ക്ക് തിരികെ കയറ്റരുത്. പാരമ്പര്യവാദികൾ തിരികെ കയറ്റരുത്. അനാചാരങ്ങൾ തിരികെ കയറ്റരുത്. പ്രാദേശികമായ ഒക്കെയുണ്ട്. പ്രാദേശിക മതത്തിന്റെ കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങൾ, ഉപദേശത്തിന്റെ പേര് പറഞ്ഞ് പാരമ്പര്യങ്ങളെ തിരികെ കയറ്റരുത്. കീഴ്വഴക്കങ്ങൾക്ക് ഡോക്ടറിന്റെ പേര് കൊടുക്കരുത്. അതുകൊണ്ട് പാരമ്പര്യങ്ങളെ, കീഴ്വഴക്കങ്ങളെ, പ്രീസിഡൻസ് ആൻഡ് ട്രഡീഷൻസ്, പൂർവ്വന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന റദ്ദാക്കുന്നു. കൽപ്പന വേറെ, സമ്പ്രദായം വേറെ. സമ്പ്രദായങ്ങളെ വെള്ളം പൂശി അത് ഉപദേശമാണെന്ന് പറഞ്ഞ് സഭയെ പഠിപ്പിക്കരുത്. ശബത്ത്, വാവ്, പെരുന്നാള് ഇതൊന്നും നിങ്ങൾ ആചരിക്കരുത്. സഹോദരൻ, സമ്പ്രദായം വേറെ, കൽപ്പന വേറെ, ഡോക്ടറും വേറെ, ഡോക്ടർ വേറെ, ട്രഡീഷൻ വേറെ, അത് വേറെ പഠനങ്ങളാണ്. നമ്മൾ എല്ലാം ഒന്നാണ്. നമുക്ക് പാരമ്പര്യ ഉപദേശമാണ്, കീഴ്വഴക്ക ഉപദേശമാണ്, ആരെങ്കിലും പഠിപ്പിച്ചത് ഉപദേശമാണ്. ഇതൊക്കെയാണ് ഓരോ പ്രദേശങ്ങളിലുണ്ട്. നമ്മൾ ബോർഡറൊക്കെ പങ്കിടുന്ന ജില്ലയാണല്ലോ. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ട് പ്രാദേശികമായി അനാചാരങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. 200 വഴി എഴുതിയിട്ട് തീർന്നില്ല നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലേക്ക്. അതുകൊണ്ട് ഉപദേശത്തിന്റെ തിയോളജിക്കൽ പ്യൂരിറ്റി, ഡോക്ടറിൽ പ്യൂരിറ്റി, ഉപദേശ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. സ്വതന്ത്രം ആള് പറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത കണ്ടോ ഒരു മിഷന്റെ ഭാഗം പറയാം. ഉപദേശവും ഹോളിനെസ്സും ഡിസൈപ്ലിഷിപ്പും പഠിപ്പിക്കാതെ, വിശുദ്ധിയും ശിഷ്യത്വവും പഠിപ്പിക്കാതെ, ഹോളിനെസ്സും ഡിസൈപ്ലിഷിപ്പും പഠിപ്പിക്കാതെ, ആള് കൂടാൻ വേണ്ടി ന്യൂമറിക്കൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സഭ വളർത്തിയാൽ ആ സഭ തിരിച്ചറിയൽ പ്രശ്നം നേരിടും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ചിലവരുടെ ഉപദേശം ഹോളിനെസ്സും ഡിസൈപ്ലിഷിപ്പും പഠിപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം ആള് വരുന്നില്ല, കുറയും. ഉപദേശം പറഞ്ഞ ആള് കുറയും. വാതിൽ വീതിയാക്കിയ ജനലൊക്കെ അഴിച്ചിട്ട് വാതിൽ വീതിയൊക്കെ ആള് കൂടും. മനസ്സിലായില്ലേ? ആ രീതിയിൽ സഭ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടും. ഉപദേശം ചോർത്തിക്കളഞ്ഞ്, ഉപദേശ വിശുദ്ധി ചോർത്തിക്കളഞ്ഞ് ക്വാളിറ്റി നഷ്ടപ്പെടുത്തി ക്വാണ്ടിറ്റി വളർത്താൻ നോക്കിയാൽ സഭ ആരോഗ്യകരമായി വളർച്ചയിലായിരിക്കും. അതുകൊണ്ട് ന്യൂമറിക്കൽ ഗ്രോത്ത് നടന്നോട്ടെ, സഭ സംഖ്യാപരമായി വളർന്നോട്ടെ, പക്ഷെ അപ്പോൾ തന്നെ ഗുണം നഷ്ടപ്പെടാതെ നോക്കിക്കോണം. ഗുണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സംഖ്യാപരമായി സഭ വളർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ക്വാളിറ്റി നഷ്ടപ്പെടുത്തി, ദൈവശാസ്ത്രം ചോർത്തിക്കളഞ്ഞ്, ഉപദേശം നഷ്ടപ്പെടുത്തി സംഖ്യാപരമായി സഭ വളർത്തരുത്. ഇത് ബാലൻസ് ചെയ്യണം, തുല്യമായി വികസിക്കണം. ഉപദേശം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ദൈവശാസ്ത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സംഖ്യാപരമായി സഭ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലയിടങ്ങളിലും മെഗാചർച്ച് കോൺസെപ്റ്റിന്റെ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് മെഗാചർച്ച് ആകാം,
നിങ്ങൾ കണ്ണടച്ചാൽ മതി. 2 കല്യാണം കഴിച്ചവർക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. ഡിസിപ്ലിൻ പ്രസംഗിച്ച് ആയിരുന്നാൽ മതി. ഹോളിനെസ് പ്രസംഗിച്ച് ആയിരുന്നാൽ മതി. ഹോളിനെസ്സും ലവും ഒരുപോലെ നമ്മൾ കൈകാര്യം ചെയ്യും. ഹോളിനെസ് മാത്രമല്ല, ലവും പറയും. എന്താ ഹോളിനെസ്? നീ മേലാ പാപം ചെയ്യരുത്. യേശു ആ സ്ത്രീയോട് പറഞ്ഞു. അതാ ഹോളിനെസ്. എന്താ ലവ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല. അതൊക്കെ പഠിച്ചോട് വലിയ പ്രബന്ധങ്ങളാ. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ലവ് വർക്ക് ചെയ്തു. ഹോളിനെസ് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെ തകർക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടവന്ന് കല്ലുറിയ ലോ അവിടെ കൊണ്ടുവന്നപ്പോൾ ഗ്രേസ് അവിടെ റിലീസ് ചെയ്യുകയാണ്. കൃപ അവിടെ റിലീസ് ചെയ്യുകയാണ്. ഹോളിനെസ് യേശു മറച്ചു പിടിച്ചില്ല. പാപം ചെയ്യരുത്. അഡൾട്ടറി പാപമാണ്. വ്യഭിചാരം പാപം തന്നെയാണ്. പക്ഷെ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്നേഹം അവളെ ചേർത്ത് പിടിച്ചെങ്കിൽ വിശുദ്ധിയും സ്നേഹം ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഹോളിനെസ്സും ലവും ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഉപദേശവും കരുതലും ഒരുപോലെ ആയിരിക്കണം. അങ്ങനെയാണ് സഭ വളരേണ്ടത്. സഹോദരൻ, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, അങ്ങനെ വിവിധങ്ങളായ പ്രശ്നം ബ്രഹ്മചര്യം അടിച്ചേൽപ്പിച്ചു, സന്യാസം അടിച്ചേൽപ്പിച്ചു, ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായല്ലോ. ഇനി എങ്ങനെ നടക്കാൻ ഒരാളെന്ന് പ്രസംഗിക്കുക? അവർ 21-ാം ദിവസം വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവര്, അന്നത്തെ പകുതി ശരിയാണ്. കേൾക്കുമ്പോൾ ശരി വരും. ഈ കൾട്ടിന്റെ പ്രശ്നം എന്നറിയാമോ? പകുതി ശരിയായിരിക്കും. ദുരുപദേശത്തിന്റെ പ്രശ്നം അങ്ങനെ പകുതി ശരിയായിരിക്കും. ആ ശരിയിൽ കുടുക്കിയാണ് നിങ്ങൾ ഈ 10,000 നിൽക്കുന്നവരെ കയറണം. അതുകൊണ്ട് അത് ഒരു ഷുഗർ കോട്ടിംഗ് ആണ്. അതൊരു മുട്ടായി കവറിനകത്ത് പൊതിഞ്ഞാണ് ഈ സാധനം തരുന്നത്. അതുകൊണ്ട് ഇപ്പൊ കൃപയുടെ സുഖം, കൃപയാണ് കുഴപ്പമില്ല. സമൃദ്ധി നല്ല വാക്കല്ലേ? ഗ്രേസ് നല്ല വാക്കല്ലേ? ഹൈപ്പർ ഗ്രേസ് അതിനെപ്പറ്റി നല്ല വാക്കല്ലേ? അങ്ങനെയാണ് ഇതിനെ കൊളുത്തി പിടിക്കുന്നത്. ഏകം മുഖം അറിയാതെ ആൾക്കാരെ വിധി കയറിയൊക്കെ വീഴുകയാണ്. വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവരെ, ഗൗരവമായി വചനത്തിൽ അടിയുറച്ച് നിൽക്കണം. ന്യായപ്രമാണം സ്വതന്ത്രമായി ശരിയാ. ന്യായപ്രമാണം നിങ്ങളുടെ മേലെ യാതൊരു സ്വാധീനമില്ല. റോമാലൻ 8 പറയുന്ന ലോ കനോട്ട് കൺട്രോൾ യു. നിങ്ങളെ ഇനി കൺട്രോൾ ചെയ്യാൻ ന്യായപ്രമാണത്തിന് പറ്റില്ല. ലോ കനോട്ട് ക്ലെയിം യു. നിങ്ങളുടെ മേലെ അവകാശവാദമില്ല. 8:1 റോമർ 8:1 നിങ്ങളെ ന്യായം വിധിക്കാൻ ഇനി പറ്റത്തില്ല. കാരണം ന്യായപ്രമാണം ആവശ്യപ്പെട്ട നീതി നിർവഹിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ മേലെ ശിക്ഷാവധി നടന്നു കഴിഞ്ഞു. There is no condemnation. അതുകൊണ്ട് ശിക്ഷാവധി ഇല്ല. ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ്. ന്യായവിധി സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതുകൊണ്ട് ലോ അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്, ആത്മാവാണ്. എന്താ ന്യായപ്രമാണത്തിന്റെ ജോലി? പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നിങ്ങളെ നയിച്ച ശിശുപാലകനാണ്. എന്ന ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിൽ നിങ്ങളെ ഇനി കർത്തൃത്വമില്ല. ഇനി ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. അത്രേ ശരിയാണ്. അതുകൊണ്ട് ലോ ഇനിയില്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി തോന്നിയതുപോലെ നടക്കാൻ വരാൻ. ഒന്നാമത് തോന്നിയതുപോലെ അതിലൂടെ ഈ പഠിപ്പിക്കലോട് വന്നപ്പോഴോ ഓരോ അങ്ങനല്ല. ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായി. പക്ഷേ അതുകൊണ്ട് കെട്ടഴിച്ചു വിട്ടില്ല. കൃപയുടെ പ്രമാണത്തിൽ നിങ്ങളെ അധീനരാക്കി. കണ്ടോ? ന്യായപ്രമാണം നിങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിലും കൃപയുടെ പ്രമാണം നിങ്ങൾ അധീനരാണ്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മ നടത്തിന് നിങ്ങൾ വിധേയരാകണം. അതാണ് ഗലാത്യലേഖനം. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെ നടക്കുകയല്ല, കൃപയ്ക്കനുസരിച്ച് നടക്കുക. ജഡശരീരങ്ങളെ ഉരിഞ്ഞു കളയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ലോകം എനിക്ക്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ സെൽഫിനോട് ഞാൻ നോ പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആത്മീയ ജീവിതം. സഹോദരങ്ങളാണ്. അതൊരു തർക്കമുണ്ട്. കുഞ്ഞുമ ശ്രദ്ധിക്കണം. എന്താ മീറ്റിംഗ് വരാൻ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ. ഒരു 11 കാര്യം പറയുന്നു. ഒരു സംശയം വേണം കർത്താവിനെ കുറിച്ചാണ്. നിങ്ങൾ കർത്താവ് ദൈവമാണെന്ന് ചോദിച്ചു വരുന്നതിനോട് പറഞ്ഞാണ് ഞങ്ങളുടെ കർത്താവ് ദൈവം. ഞങ്ങൾ പ്രഖ്യാപിച്ച വിഷയം ഞങ്ങൾ തെളിയിക്കണ്ട. ഇതൊന്നും നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടതല്ല. ദൈനംദിനം നമ്മൾ കൺഫ്യൂസ് ചെയ്യുക. തീർച്ചയാക്കപ്പെട്ടതും ഭേദഗതി വരുത്താനാവാത്തതും തീർച്ചയാക്കപ്പെട്ടതും തീർച്ചയാക്കപ്പെട്ടതും ഭേദഗതി വരുത്താനാവാത്തതും മാറ്റിപ്പറയേണ്ടി വരാത്തതും സഭ എന്നേക്കുമായി വിശ്വസിക്കുന്നതുമായ കാര്യമാണ് നമ്മുടെ വിശ്വാസം. തൃത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ ദൈവത്തെ തെളിയിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധവന്റെ ആളത്തെ തെളിയിക്കേണ്ട ആവശ്യമില്ല. കന്യകാര്യങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. അറ്റോൺമെന്റ് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഫെയ്ത്ത് ആണ്. ഇത് നമ്മുടെ ദൈവശാസ്ത്രമാണ്. ഇത് നമ്മുടെ റെവലേഷൻ ആണ്. ഇത് ദൈനംദിന ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. പ്രൈസലാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആരാണ് ഇന്ന് രാത്രി വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അവൻ വീണ്ടെടുപ്പുകാരനാണ്. 11 കാര്യം ചോദിക്കും. നിന്നോട് ചോദിക്കും 11 കാര്യം 2 കാര്യം.
11 പറഞ്ഞ് കൊലോസ്യർ 1 അധ്യായത്തിലെ 11 പ്രിവിലേജ്, യേശു ക്രിസ്തുവിന്റെ 11 പദവികൾ എന്താണ്? സ്തോത്രം, അതിക്രമണ മോചനം എന്ന വീണ്ടെടുപ്പ്. സ്തോത്രം പറഞ്ഞു. 11 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെ കിട്ടിയോ കുഴപ്പമെന്ന എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് 24 മണിക്കൂർ. പിന്നെ മുഴുവൻ സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉഴപ്പ് 0 ഓവറടിക്കുന്നവരെ കടുപ്പിച്ച തിയോളജി എന്നാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ എനിക്കറിയാം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം, വീണ്ടെടുപ്പ് നൽകി നമ്മൾ ത്രസിക്കണം. വീണ്ടെടുപ്പ് തേക്കുമ്പോൾ എനിക്ക് ഒറ്റ വികാരമാണ് യേശു മാത്രം. സ്തോത്രം. യേശു ക്രിസ്തുവിന് 100% 25 വർഷമായി ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. അതെനിക്ക് കിട്ടിയ റെവലേഷനാണ്. അത് കിട്ടിയ നോളജാണ്. ദൈവം തന്ന റെവലേഷനാണ്. എന്റെ പഠനത്തിൽ മനസ്സിലായത് യേശു മാത്രമാണ് ശ്രേഷ്ഠൻ. അതാണ് നമ്മുടെ വിചാരം, റിഡംഷൻ, അഡോപ്ഷൻ, എലക്ഷൻ എല്ലാം നടന്നത് ക്രിസ്തുവിലാണ്. സ്തോത്രം. സകല അനുഗ്രഹം ക്രിസ്തുവിലാണ്, സകല നിറവും ക്രിസ്തുവിലാണ്. സകലം നിറയ്ക്കുന്നവന്റെ നിറവ് ക്രിസ്തുവിലൂടെയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും അനുഗ്രഹം വേണോ, ജീവിതം മാറണോ, ക്രിസ്തുവിലാകണം. പ്രൈസലോ. എന്തെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അവൻ ആ സാധനം സൃഷ്ടിച്ചത്. നിങ്ങളെ കൊടുക്കാൻ ഒരു വാക്യമേ കണ്ടുണ്ട്, സർവ്വസൃഷ്ടിക്കാതെയാണ്. അപ്പോൾ നിങ്ങൾ നഴ്സിങ്ങിന് പോകുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ, കൂട്ടുകാരി ഞങ്ങൾ ചിലന്തി നടത്തുന്ന ആ കൂട്ടുകാരി നിങ്ങളെ സ്റ്റഡി ചെയ്ത ശേഷം വലിയ തിയോളജി സ്റ്റേബിൾ അല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് ക്യാമ്പസിലുണ്ട്. ആ ആൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് നല്ല ടീച്ചിങ് കിട്ടിയതാണ്. ആൾ പറയും സർവ്വസൃഷ്ടിക്കാതെയാതെ. സർവ്വസൃഷ്ടിക്കുന്നൊരു വാക്യമാണ്. സർവ്വസൃഷ്ടിക്കാതെയ എന്ന് പറഞ്ഞാൽ അർത്ഥം യേശുവിനെ ആദ്യം സൃഷ്ടിച്ചെന്നല്ല. സർവ്വസൃഷ്ടിക്ക് ആദിജാതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് ക്രിയേറ്റഡ് വൺ എന്നല്ല. സർവ്വസൃഷ്ടിക്ക് ആദിജാതെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോട്ടോടോക്കോസ്. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. ആദ്യം യേശുവിനെ സൃഷ്ടിച്ചില്ല. അതിന്റെ പാഠം പറയുന്നുണ്ട്, അവൻ സകലത്തിനും മുമ്പനും സകലത്തിനും ആരംഭവുമാണ്. അതുകൊണ്ട് യേശു സൃഷ്ടിയല്ല, അവൻ സകലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. പറയട്ടെ, അത് പ്രോട്ടോടോക്കോസ് ആണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. മുളം ഗോമറാണ് പ്രോട്ടോടോക്കോസ്. അറിയാത്ത ആളെന്തെയും കൺവെൻഷൻ വന്നിട്ട് പൂജ്യമിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ആൾ ഇതൊക്കെ വല്ലതും പറയും. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, പ്രായമുള്ളതിനും ഇല്ല. തിരുവല്ല ടൗൺ ചർച്ച ചെയ്യുന്നത്. തിരുവല്ല ടൗണിൽ 30 വർഷം ആരാധിച്ചുകൊണ്ടൊരു ഫാമിലി അവസാനം പോയി. അപ്പോൾ വലുതിനും വിവരമില്ലാതെ കിട്ടിയോ അതുമായിരിക്കുക. വേദനകരമാണ്. ഞങ്ങളതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എഴുതുകയും രംഗത്തറിയുകയും ക്രിസ്റ്റാഡൽഫിസ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, റോസാക്ഷിയ. അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്തെ വിശ്വസിക്കും. നമ്മുടെ തിരുവല്ല മെട്രോ സ്റ്റാൻഡിൽ ആ ഓവർബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഓടിട്ട് ചെറിയ വീടാണ്. അവിടുത്തെ ചാടരുത്, അതിൽ ഭയങ്കര സ്കോളറാണ്. 30 വർഷം അമ്മാമ്മയെ ആരാധിച്ചത് യേശു ദൈവമാണെന്നറിയാതെയാണ്, തൃത്വം വിശ്വസിക്കാതെയാണ്. സർക്കസുകാരന്റെ കുതിരയെ പോലെ ചെണ്ടയടി കേൾക്കുമ്പോൾ തുള്ളരുത്. ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാധിക്കണം. ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാധിക്കണം. സ്വന്തം തൃത്വം അറിയാതെയാണോ ആരാധിച്ചത്? യേശു ദൈവമാണെന്നറിയാതെയാണ് ആരാധിച്ചത്. യേശു ക്രിസ്തുവിന്റെ നിത്യപുത്രത്വം അംഗീകരിക്കാതെയാണ് ആരാധിച്ചത്. എന്താണ് ചെയ്തത്? അടുത്ത എറണാകുളത്ത് വന്നു. അവിടെ ഒരു ഫാമിലിയെ കൊണ്ടുപോയി. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് വയറ്റി കാണാതില്ല. പിന്നെ ഗെയിം മിനിസ്ട്രീസ് നമ്മുടെ ദോഹ ചർച്ച കൂടി ഞങ്ങൾ പുറത്താക്കിയത് പുള്ളിയായി. പുള്ളി ഇപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉള്ളത് യൂട്യൂബും നമ്മുടെ വിഷൻ മീഡിയയിലൂടെ എല്ലാം ഭയങ്കര പഠനമാണ്. പുള്ളിയുടെ സഭ സ്ഥാപിക്കും. അപ്പസ്തലത്തിലെ സഭ സ്ഥാപിക്കപ്പെട്ടത് 2-ലല്ല, അദ്ദേഹത്തിൻ്റെ 13-ാം തീയതിയിലാണ്. റോമാലേഖനം മുതൽ ഫിലോമോന ലേഖനം വരെ മതി. സുവിശേഷങ്ങൾ വേണ്ട, ദൂതന്മാർക്കാണ് ഈ പുള്ളി പഠിപ്പിക്കുന്ന. എബ്രായ ലേഖനം വേണ്ട, യാക്കോബ് ലേഖനം വേണ്ട. സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ശിഷ്യന്മാർക്ക് കിട്ടിയിരുന്നില്ല, ക്രിസ്തുവിനും കിട്ടിയിരുന്നില്ല എന്നായി പുള്ളി പറയുന്നത്. പുള്ളി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത് അത് പൗലോസ് മാത്രമേ. അങ്ങനെ പോസ്റ്റ്പോൺ തിയറി എന്ന് പറയും, ഗൂഗിൾ ചെയ്താൽ പറയാം. അതൊരു സായിപ്പിന്റെ ആക്രിയാണ്, അത് പറഞ്ഞു നടക്കുക. ഞങ്ങൾ പുള്ളി സംവാദത്തിൽ വിളിച്ചു. പുള്ളി താല്പര്യമില്ലെന്ന് പറഞ്ഞു. പാൻ പിടിച്ചല്ല. പക്ഷേ അസാധാരണമായ നിർദ്ദേശ പഠനമാണ്. എറണാകുളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ഇപ്പോൾ കോട്ടയത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെ എന്നെ പിടിക്കുക, പിള്ളേരെ പിടുത്തൊക്കെ ഇറങ്ങുന്നവരാണ്. ഒരു വീക്കും ബുക്ക് ചെയ്ത് അമ്മാവെല്ലാം എൻ്റെ ഉമ്മാർക്കൂടെ പോവാം. നമ്മുടെ ഒരു ഫാമിലി ഞങ്ങളെ കുറെ മനസ്സിലായി. സംഭാഷണം നോക്കി ഞങ്ങളെ കുറെ പിടിയിട്ടില്ല. ആ ഫാമിലിയാണ് നമ്മുടെ ഒരു ഫാമിലി അടിച്ചത് പോയി. അതിന് വിശദീകരണ യോഗം നടത്താൻ ഞാൻ പോയായിരുന്നു. അവിടെ ഈ പോസ്റ്റ്മോൺ തിയറിക്കെതിരെ ക്ലാസ് എടുക്കാൻ
ഇഷ്ടം പോലെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, അത് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടാണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുക, അതുകൊണ്ടല്ല ഇങ്ങനെ അങ്ങനെ നടക്കുന്നത്. ഇൻഫ്ലുവൻസ് ചൈൽഡിഷാണ്, മനസ്സിലായി? ഇതിൻ്റെ കൂട്ട് ഇതിനകത്തിരുന്ന് പെരുമാറുന്ന ആൾക്കും ചൈൽഡിഷാണ്, മനസ്സിലായി? അതാണ് വിഷയം. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് വിഷയം. ഗൗരവമായ ഒരു കാര്യം നടക്കുകയാണ്, തെക്കുന്നൊരു പ്രഭാഷണം വന്നിരിക്കുകയാണ്, ഇവിടെ ഗൗരവമായ സ്റ്റഡി നടക്കുകയാണെന്നും അതിനറിയത്തില്ല, ഇതിനും അറിയത്തില്ല. കണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കണം. എറണാകുളത്തിന് ഫാമിലി പിടിച്ചോണ്ട് പോയി, കോട്ടയത്ത് വ്യാപകമായി വരവീശിരിക്കുക. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ചെറുതിൻ്റെ കാര്യം മാത്രമല്ല, ക്യാമ്പസിൽ ഒളിച്ചോട്ടം മാത്രമല്ല വിഷയം. ഞാൻ ഉച്ചയ്ക്ക് ചർച്ച ചെയ്തു. പ്രണയമതമാറ്റം മാത്രമല്ല വിഷയം, ഒളിച്ചോട്ടം മാത്രമല്ല വിഷയം, കുഞ്ഞിനെ കാണാതെ മാത്രമല്ല വിഷയം, ക്യാമ്പസിൽ ഹോസ്റ്റൽ നടക്കുന്ന ഇന്റലിജന്റ് ഡിബേറ്റ് മാത്രമല്ല വിഷയം. വേരിയതും വചനത്തിലേക്ക് മടങ്ങി വരണം. പ്രായമുള്ളവരും വചനത്തിൽ അടിയുറച്ച് നിൽക്കണം, ഉപദേശത്തിൽ അടിയുറച്ച് നിൽക്കണം, സഭയുടെ ദൈവശാസ്ത്രത്തിൽ അടിയുറച്ച് നിൽക്കണം. വചനത്തിലേക്ക് അടിയുറച്ച് നിന്ന് തിയോളജിക്കൽ കൺവിക്ഷൻ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഉപനിധി, അതിൽ അടിയുറച്ച് നിൽക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. ഫിലോമോന്റെ ലേഖനത്തിലെ വിഷയം ആ 4 കാര്യം പറഞ്ഞിട്ട് പൗലോസിന്റെ പൊളൈൻ ക്രിസ്റ്റോളജിയാണ് നമ്മൾ പറയുന്നത്. ഫിലോമോന്റെ ലേഖനം ചെറുതാണെങ്കിലും അതിലെ വിഷയം യേശു ക്രിസ്തു കർത്താവാണ്. ഹല്ലേലൂയ. അന്നത്തെ ഒരു പ്രശ്നമുണ്ട്, കർത്താവ് എന്നുള്ള വാക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ആ പദാവലിക്ക് പദനിഷ്പത്തി ചെയ്യേണ്ടതായ പ്രശ്നമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം കുറിയോസ്. അതുകൊണ്ടാണ് സാറ ഇത് വിളിച്ചത് അഡോൺ, അഡോണായി, യജമാനനെ. അഡോൺ ഹീബ്രുവാണ്. കുറിയോസ് കർത്താവിനെ വിളിക്കാം. ഭരണകർത്താവ് എന്ന് പറയുന്നു, മുഖ്യമന്ത്രി നിങ്ങൾക്ക് കുറിയോസ് എന്ന് വിളിക്കാം. അപ്പോൾ വാക്ക് പോയ പോക്ക് കണ്ടാവും. അപ്പോൾ യേശുവിന് മാത്രമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ വാക്കിന്റെ പ്രശ്നം പറഞ്ഞത്. ഭരണകർത്താവ് എന്ന് പറയും. ലോർഡ് അയ്യപ്പ, ലോർഡ് കൃഷ്ണ, ലാൻഡ് ലോർഡ്, കോടതിയിൽ ഒക്കെ ലോർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വാക്കിന് പ്രശ്നമുണ്ട്. സ്റ്റുഡൻസ് അധ്യാപകരെ വിളിക്കാം കുറിയോസ്, കർത്താവ് എന്ന് വിളിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. അടിമയ്ക്ക് ഡൂലോസിനെ കൂറിയോസ് എന്ന് ഉടമയെ വിളിക്കാം. അങ്ങനെ അതുകൊണ്ട് കൈസർമാരുടെ പേര് കൂറിയോസ് എന്നാണ്. കൈസർമാർ വിളംബരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായ നീറോ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവമായ വെസ്പേഷ്യൻ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായ വലേറിയൻ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. കൈസർമാരായിരുന്നു കർത്താക്കന്മാർ. സാമ്രാജ്യത്വ ആരാധന നിലനിന്ന കാലഘട്ടങ്ങളിൽ കൈസർമാരെ കർത്താക്കന്മാരെ വിളിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ഖണ്ഡനം പറഞ്ഞത്, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. ക്രൂസേഡി കൈവെക്കുന്നവരല്ല രക്ഷിക്കപ്പെട്ടത്, ടിക്കറ്റ് രക്ഷിക്കപ്പെട്ടതല്ല. നമ്മൾ പണ്ട് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നമ്മളൊരു കാർഡ് വിതരണം ചെയ്യും, വോളണ്ടിയേഴ്സ്. അതിന് രക്ഷിക്കപ്പെട്ടോ ടിക്കറ്റ്, സ്നാനപ്പെടാൻ തീരുമാനിക്കുന്നു ടിക്കറ്റ്, സഭയിൽ കയറാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ടിക്കറ്റ് ബന്ധുക്കാരായതല്ല. ഇങ്ങോട്ട് വന്നിട്ട് കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, സ്റ്റേറ്റിന്റെ മതം ഞങ്ങൾ തള്ളിക്കളയുന്നു, സാമ്രാജ്യത്തിന്റെ മതം ഞങ്ങൾ തള്ളിക്കളയുന്നു, എംപർവർഷിപ്പ് ഞങ്ങൾ തള്ളിക്കളയുന്നു, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞിട്ട് വാളിന്റെ മുമ്പിൽ കഴുത്ത് വെച്ച് കൊടുത്തവന്റെ മാർഗമാണ് ഈ സഭ. വന്നിട്ട് നല്ലൊരു സ്വോത്രം പറയുന്നത് കേട്ടോണം. ഇത് ഉറങ്ങുന്നവന്റെ സഭയല്ല, ഇത് അരസന്മാരുടെ സഭയല്ല, ഉദാസീനോട് ജീവിക്കുന്നവരുടെ സഭയല്ല. ഇത് വില കൊടുത്തവരുടെ മാർഗമാണ്, ഇത് രക്തസാക്ഷികളുടെ മാർഗമാണ്, ഇത് ധൈര്യശാലിയുടെ മാർഗമാണ്, ജടയാളുകളെയും കോലാളുകളെയും തോൽ ധരിച്ചുകൊണ്ട് അറിഞ്ഞിരിഞ്ഞവന്റെ മാർഗമാണ്. ഇത് പോളിക്കാർപ്പിന്റെ സഭയാണ്, സിറിന്റെ സഭയാണ്, ഗ്രഹാൻഷേക്സിന്റെ സഭയാണ്, ഫാദർ കെയറോയുടെ സഭയാണ്, ഷാക്സ്പിയറിന്റെ സഭയാണ്, ജോൺ ഹോക്സ്വർത്തിന്റെ സഭയാണ്, ഹെൻറി ബേക്കറിന്റെ സഭയാണ്, ആർഎഫ്എമ്മിന്റെ സഭയാണ്, സിഎസ് മാർട്ടിന്റെ പി.ഡി. ജോൺസന്റെ സഭയാണ്. ഈ വചനത്തിന് വേണ്ടി നിന്നവിടെ സഭയാണ് കാരാമതി സ്വന്തം ചെയ്താണ്. 85-ാമത്തെ വയസ്സിൽ പോളിക്കാർപ്പിനെ കൊണ്ടുവന്ന് പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറ. ഈ യോഗത്തിന് വന്നിട്ട് നല്ല പുഷ്ടിയുള്ള ഒരു ഒറിജിനൽ സ്വന്തം പറയുന്നത് കണ്ടോണം. തള്ളിപ്പറ യേശു. നമ്മൾ കഴിഞ്ഞ 85 വയസ്സിൽ എനിക്കൊരു ദോഷം ചെയ്തിട്ട് പിന്നെ നീ തള്ളിപ്പറയണം. അങ്ങനെ പോളിക്കാർപ്പിനെ കൊന്നു കളഞ്ഞു. 85-ാമത്തെ വയസ്സിലും ധൈര്യത്തോടെ നിന്ന് യേശുവിനെ തള്ളിപ്പറയാതെ രക്തസാക്ഷിയായ സ്മുർണയിലെ ബിഷപ്പ് പോളിക്കാർപ്പിന്റെ സഭയാണിത്. ഗ്രഹാംഷേക്സിന്റെ ഫിലിപ്പിന്റെ തീമിറ്റിയുടെ സഭയാണിത്. 12 വയസ്സായി കേട്ടോണം. 12 വയസ്സായിരുന്നു ദൈവഗീയം. 12 വയസ്സാണ്. സിറിൽ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ അവന് 12 വയസ്സുള്ളൂ. കൊണ്ടു നിർത്തിയിട്ട് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. താമസിച്ചു കൊല്ലാൻ കൊണ്ടു നിർത്തിയിട്ട് അവൻ പറഞ്ഞു, എന്താ എന്നെ കൊല്ലാത്തത്, വേഗം എന്നെ കൊല്ല, എനിക്ക് യേശുവിന്റെ അടുത്ത് പോണം. കേട്ടോ,
വേഗം എന്നെ കൊല്ല, എനിക്ക് യേശുപ്പത്തിന് അടുത്ത് പോകണമെന്ന്. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിന്ന സിറിന്റെ സഭയാണിത്. പെർപ്പത്തോള സഭ. ഒരു ഗർഭിണി രക്ഷസാക്ഷിയുണ്ട്. കോടതി വെച്ച് പറഞ്ഞു, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നീ യേശുവിനെ തള്ളി പറയണം. വികാരപരമായി കോടതി കൈമാറി യേശുവിനെ തള്ളി പറയാൻ. അവിടെ പിതാവിനെ കൊണ്ട് പറയിപ്പിച്ചു യേശുവിനെ തള്ളി പറയാൻ. അവിടെ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലപ്പെട്ട ഗർഭിണി പോലും കൊണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണം. ഈ സഭ ആരുടേതാണെന്ന് മനസ്സിലാക്കണം. അനശ്വരയുടെ ഉദാസീനതയോട് നടക്കുന്നവരുടെയും ഞായറാഴ്ച അറ്റൻഡൻസ് മാത്രം ഇടാൻ വരുന്ന സോഷ്യൽ ക്ലബിൽ വരുന്ന എന്റർടൈൻമെന്റിന് വേണ്ടി സഭയ്ക്കകത്ത് വരുന്നവന്റെ സഭയല്ല ഇത്. ഞായറാഴ്ച മാത്രം അറ്റൻഡൻസ് വിടാൻ വരുന്ന അറ്റൻഡൻസ് മിനിവേഴ്സിന്റെ സഭയല്ല ഇത്. ബാക്ക് മിനിവേഴ്സിന്റെ സഭയല്ല ഇത്. ഇത് രക്തസാക്ഷിയുടെ സഭയാണ്. ഭരണത്തിന് വേണ്ടി നിന്നുള്ള സഭയാണ്. സ്റ്റേറ്റിനെതിരെ ഭരണകൂടത്തിനെതിരെ ശക്തമായി നിന്നുള്ള സഭയാണ്. ഹല്ലേലൂയ. ബോൺഹോഫറിനെ അറിയാമല്ലോ. ഹിറ്റ്ലറിന്റെ സാമ്രാജ്യത്തിനെതിരെ ഭാസത്തിനെതിരെ ശക്തമായി പോരാടി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ദാരുണമായി കൊലയപ്പെട്ട ബോൺഹോഫർ പുസ്തകം വായിച്ചിട്ടില്ലേ? വലിയ ക്രൂശിക്കപ്പെടുക. കോസ്റ്റ് ഓഫ് ഡിസൈബിൾ പുസ്തകം. അതിന്റെ മലയാളമാണ് വലിയ ക്രൂശിക്കപ്പെടുക. അദ്ദേഹം അതിനെതിരെ ശക്തമായി പോരാടി. അദ്ദേഹമാണ് ഹിറ്റ്ലറിന്റെ രാജ്യത്ത് കൺഫെഷൻ ചർച്ചിന്റെ നേതാവായിരുന്നു. ഹിറ്റ്ലറിന്റെ ഭരണകൂടത്തിനെതിരെ ശക്തമായി പോരാടിയവന്റെ മാർഗമാണ് ഇത്. മനസ്സിലാക്കണം. ഇത് ഉഴപ്പന്മാരെ കൊണ്ട് പറ്റത്തില്ല. ഇത് ധൈര്യമുള്ളവരെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി തീരുമാനം ഉറച്ച ക്രിസ്ത്യാനിയാകണം കേട്ടോ. ധൈര്യമുള്ള ക്രിസ്ത്യാനിയാകണം. സ്റ്റേബിൾ ആകണം. ധൈര്യത്തോടെ നിൽക്കണം പ്രിയമുള്ളവര്. യേശു മാത്രം ഞങ്ങളുടെ കർത്താവ്. അപ്പൊ എത്ര ക്രിസ്തോളിക്കൽ ലേഖനങ്ങളുണ്ട്? 4 എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ ലേഖനം, എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ സുപ്പീരിയോറിറ്റിയാണ് വിഷയം. യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ. എല്ലാവരും പറഞ്ഞു യേശു ആ ശ്രേഷ്ഠനെന്ന്. വേറൊന്നുമില്ല നമ്മുടെ ഇടയിൽ. ആരാ ഓഡിയൻസ് എന്നറിയാവോ? എബ്രായ ക്രൈസ്തവരാണ്. അവർക്ക് ആ ബിംബങ്ങൾ കൂടുതൽ, ചിഹ്നങ്ങൾ കൂടുതൽ. അവരുടെ സകല ബിംബങ്ങളെയും പൗലോസ് അടിക്കുക. ദേവാലയങ്ങളുടെ ബിംബമാണ്, താബർനാക്കൾ സമാനകൂടാരുടെ ബിംബമാണ്, യാഗങ്ങളുടെ ബിംബമാണ്, മധ്യസ്ഥന്മാരുടെ ബിംബമാണ്, ദൂതന്മാരുടെ ബിംബമാണ്, പിതാക്കന്മാരുടെ ബിംബമാണ്, കൾട്ടുകൾ നേതാക്കന്മാരുടെ ബിംബമാണ്, പഴയ ഉടമ്പടി ബിംബമാണ്, ഹാബേരി ബിംബമാണ്, ഇബ്രാഹി ബിംബമാണ്, ശിംശോൻ ബിംബമാണ്, മോശയും യോശും എല്ലാം ബിംബമാണ്. ഇത് ദേവാലയം ബിംബമാണ്, പ്രീസ്റ്റ്ഹുഡ് ബിംബമാണ്. സകല ബിംബങ്ങളെ അപ്രസക്തമാക്കി, സകല മത രാഷ്ട്രീയ ചിഹ്നങ്ങളെ അപ്രസക്തമാക്കി പൗലോസ് പറയുന്നു യേശു മാത്രമാണ് ശ്രേഷ്ഠൻ. യേശു മാത്രമാണ് ശ്രേഷ്ഠൻ. എബ്രായലേഖനത്തിലെ സുപ്പീരിയർ പേഴ്സൺ ആരാണെന്നറിയാമോ? യേശു ക്രിസ്തു. എബ്രായലേഖനത്തിലെ സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ് ഏതാണെന്നറിയാമോ? മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം. എബ്രായലേഖനത്തിലെ സുപ്പീരിയർ പ്രിൻസിപ്പിൾ ഏതാണെന്നറിയാമോ? ഫെയ്ത്ത്, വിശ്വാസം. അത് തീടവരെ കെടുത്തിയ വിശ്വാസമാണ്. സിംഹത്തിന്റെ വായ അടച്ച വിശ്വാസമാണ്. സ്തോത്രം. പോരാളികളെ, വീരാളികളെ ഓടിച്ചു കളഞ്ഞ വിശ്വാസമാണ്. ആ വിശ്വാസം ധൈര്യത്തോടെ പ്രഖ്യാപിച്ചവരുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ യേശു ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വൈദിക മതമാണ് യഹൂദമതം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചക മതമാണ് യഹൂദമതം. ആ മതക്കാരോട് പറയുകയാണ്, ആരാണ് യേശു എന്ന് അറിയണം. മാലാഖമാരെക്കാൾ, പ്രവാചകന്മാരെക്കാൾ, നിങ്ങളുടെ മധ്യസ്ഥനായ മോശയേക്കാൾ, നിങ്ങളുടെ സൈന്യാധിപനായ യോശുവേക്കാൾ, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ, നിങ്ങളുടെ ആചാര്യനായ യഹോവയേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആലയത്തെക്കാൾ, സഭാകളുടെ കൂടാരത്തെക്കാൾ, പഴയ ഉടമ്പടിയേക്കാൾ, പഴയ യാഗങ്ങളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. 11-ാം അധ്യായത്തിൽ സകല നേതാക്കന്മാരെയും വാരി നിർത്തിയിട്ട് പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുണ്ടല്ലോ, ആ പിതാക്കന്മാരൊക്കെ ശ്രേഷ്ഠൻ യേശുവാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠം യേശുവിന്റെ രക്തമാണ്. അവർ ഇന്നലെയും ഇന്നും എന്നേക്ക് വലനിലാണ്. ഇതാണ് യേശു. 4 ലേഖനങ്ങളിലും ക്രിസ്തുവാണ് പ്രധാനപ്പെട്ട പ്രമേയം. റോമാലേഖനം, ഗലാത്യലേഖനം രക്ഷാശാസ്ത്ര ലേഖനങ്ങളാണ്. കൊരിന്ത്യ ലേഖനവും റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും നീതീകരണമാണ് വിഷയം. കൊരിന്ത്യ ലേഖനത്തിൽ വിശദീകരണമാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്ററൽ എപ്പിസോഡ്സ് ആണ്. സഭാശാസ്ത്ര ലേഖനമാണ് 1-2 തീമോഥെയോസ്, തീത്തോസ്. അദ്ദേഹത്തിന്റെ അന്ത്യകാല ശാസ്ത്ര ലേഖനം തെസ്സലോനിക്ക ലേഖനമാണ്. അങ്ങനെ ക്രിസ്തുവിനെ അദ്ദേഹം ഉയർത്തുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഫിലിപ്പിയ ലേഖനത്തിലും ആരാണ് യേശു എന്ന് വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്. ജയിലിൽ കിടന്നുകൊണ്ട് ആ ലേഖനം എഴുതുകയാണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ് സ്ഥാപനം. The joy of the Lord. 16 തവണ പറയാം റിജോയ്സിങ്. ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയാം നിങ്ങൾ സംഭവിക്കാൻ. സാധാരണ ജയിലിലോട്ട് ലേഖനം എഴുതുമ്പോഴാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വിഷമിക്കല്ലേ, ഞങ്ങൾ ജാമ്യത്തിന് വേണ്ടിയൊക്കെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ട്രയൽ, ഇമ്പീരിയൽ ട്രൈബ്യൂണലിലെ ട്രയൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് സന്തോഷിപ്പിക്കുകയല്ല, നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഈ അറസ്റ്റും ഈ ജയിലും ഇവിടുത്തെ പട്ടിണിയും ഈ ചൂടും ഒന്നും അല്ല എനിക്ക് വിഷയം. എനിക്ക് വിഷയം
ഫിലിപ്പിയ സഭയിലെ സഹോദരി സമാജത്തിലെ അടിയ എന്താ ഇരിക്കുന്നത്? ലൂതിയോട് സുന്ദിയോട് പറയുന്നു, നിങ്ങൾ ഒരു ചിന്തയോടിരിക്കുകയും ജയിലല്ല പ്രശ്നം, സഭയിലെ ലേഡീസ് മിനിസ്ട്രിയുടെ അടിയിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് പ്രശ്നം സഭയ്ക്കകത്തെ പ്രശ്നമാണ്. എന്റെ ജയിലല്ല വേദന. സോദരം ജയിലല്ല എനിക്ക് പ്രശ്നം. നിങ്ങൾ ഫിലിപ്പിയരെ പഠിച്ചു നോക്ക്. എനിക്ക് പ്രശ്നം ജയിലല്ല. ലൂതിയോട് സുന്ദിയോട് പറയുന്നത്, ഒരു ചിന്തയോടിരിപ്പീൻ. വാക്കിനും പ്രവർത്തിനും ചിന്തയിലും ഐക്യത വേണം. ക്രിസ്ത്യൻ യൂണിറ്റി, ഐക്യത വേണം. ആ യൂണിറ്റ് നിങ്ങൾക്കറിയാമോ? സഭയ്ക്കകത്ത് അതായത് അപ്പസ്തോലിക സഭ 1000 വർഷം വളർന്നില്ല. കത്തീഡ്രൽ അറിയാതെന്നുണ്ടെങ്കിൽ അറിയാം. 1000 വർഷം സഭ വളർന്നില്ല. ഓർത്ത് 1000 വർഷം കഴിഞ്ഞ സഭ വളർന്നു. ആദ്യത്തെ കൗൺസിൽ കൂടാൻ 30 വർഷം എടുത്തു. രണ്ടാമത്തെ കൗൺസിൽ കൂടാൻ 300 വർഷം എടുത്തു. നമ്മൾ ഇന്ന് കൗൺസിലാണ്. ഓതം 1000 വർഷം സഭ വളർന്നില്ലെന്ന്. 1000 വർഷം കഴിഞ്ഞ സഭ വളർന്നത് കണ്ടോ? കിഴക്കൻ പടിഞ്ഞാറൻ സഭയും കിഴക്കൻ സഭയുടെ സഭ ഗ്രേറ്റ് സീസൺ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സഭ വളർന്നു. പടിഞ്ഞാറൻ സഭകൾ ലാറ്റിൻ സഭകളും കിഴക്കൻ സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളായിട്ട് വളർന്നത് 1000 വർഷം കഴിഞ്ഞാണ്. 1000 വർഷം സഭ വളർന്നില്ല. 30,000 സഭകളുണ്ട് ലോകത്ത് കണ്ടോ? സ്തോത്രം. അംഗീകരിക്കപ്പെട്ടത് കാൽവറി മുതൽ കല്ലുമല വരെ സഭയുണ്ടെന്ന് ഓർത്തോണം. നിരന്തര സഭ വളരുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലെ സഭ പിളർന്നില്ലെന്ന് ഓർക്കണം. അതിന്റെ കാരണം സഭ ഐക്യപ്പെട്ടു. പരിശുദ്ധമാണ് ഐക്യപ്പെട്ട സഭ. ഫിലിപ്പിയ ലേഖനത്തിൽ സഭയോട് പറയുന്നു, നിങ്ങൾ യൂണിറ്റിയോട് നിൽക്ക്, ഐക്യതയോട് നിൽക്ക്. പൗലോസ് ജയിലിൽ പോയത് ഈ പെരക്കിനി പിടിക്കാൻ പാടുപെട്ടിരുന്ന സഭയ്ക്കകത്തുണ്ട്. പൗലോസ് ജയിലിൽ പോയത് മുതലാക്കി സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി. ഓരോ സഭയെ കുറിച്ച് പറഞ്ഞത് ചിലർ അസൂയയോട് പ്രസംഗിക്കുന്നു, ചിലർ പിണക്കം കൊണ്ട് പ്രസംഗിക്കുന്നു, ശാഠ്യത്താലോ കാട്യത്താലോ. പൗലോസിന്റെ ജയിൽവാസം മുതലാക്കി. ആർക്കെങ്കിലും തട്ടുകേട് പറ്റുമ്പോൾ മുതലെടുക്കരുത്. ആർക്കെങ്കിലും പരാജയം പറ്റുമ്പോൾ മുതലെടുക്കരുത്. ശുശ്രൂഷ ചോദ്യം ചെയ്യുന്നു, ശുശ്രൂഷ വിവാദമാക്കുന്നു. പൗലോസിനെ സ്ലൈഹികത ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അപ്പോസ്തലിത്വം ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല. ശാഠ്യത്താലോ കാട്യത്താലോ അസൂയ കൊണ്ടോ പിണക്കം കൊണ്ടോ അവരും യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്. ഒരുത്തരൊരു പ്രതിസന്ധി വന്നപ്പോൾ സഭയ്ക്കകത്ത് ഫ്രാക്ഷൻ ഉണ്ടാക്കി. സഭയ്ക്കകത്ത് മുതലെടുപ്പിനായി ശ്രമിക്കരുത്. അങ്ങനെയുള്ള ക്രിട്ടിക്സ് സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഇതാണോ സഭ? അപ്പോസ്തലരുടെ സഭ അങ്ങനല്ല. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. അപ്പോസ്തലരുടെ 3-ാം അധ്യായം അപ്പോസ്തലരുടെ 3 കോൺഫ്ലിക്റ്റ് പറയാൻ സബ്ജക്ട് വേറെയാ. സ്തോത്രം. ആ സഭയ്ക്കകത്ത് പല കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും ഹീബ്രു സംസാരിക്കുന്ന യഹൂദന്മാരും തമ്മിൽ സാംസ്കാരിക സംഘർഷം, കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. സഭ വളർന്നോ? നല്ലൊരു പ്രബന്ധം സ്റ്റഡിക്ക് വേണ്ടി തരിക. 3 കോൺഫ്ലിക്റ്റ്. ഒന്ന് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് 6-ാം അധ്യായത്തിൽ. സഭയ്ക്കകത്ത് പല ഗ്രൂപ്പാണ്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ ഹെലനിസ്റ്റ് ജൂസ്, ഹീബ്രു സംസാരിക്കുന്ന യഹൂദന്മാർ നേറ്റീവ് ജൂസ്, പ്രോസ്പെക്റ്റ് ജൂസ് ഉണ്ട്. കാരണം നിങ്ങൾ മലയാള ബൈബിളിൽ യഹൂദ മതാനുസാരി എന്ന് വായിച്ചാൽ മനസ്സിലായിക്കോണം, കൺവേർട്ട് ചെയ്ത യഹൂദനാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ പ്രോസ്ലൈറ്റ് കാണാം. പ്രോസ്ലൈറ്റ് യഹൂദ മതാനുസാരിയായ നിക്കോലാവാസ് എന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ നിക്കോലാവാസ് കൺവേർട്ടർ ആണ്. അപ്പൊ പ്രോസ്ലൈറ്റ് ജ്യൂസ് ഉണ്ട്, ഹെലനിസ്റ്റ് ജ്യൂസ് ഉണ്ട്, നേറ്റീവ് ജ്യൂസ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് പ്രശ്നമാണ്, കൾച്ചറൽ ഇഷ്യൂ ആണ്. 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് സഭയെ പുലർത്തിയില്ല കേട്ടോ. 2-ാമത്തെ കോൺഫ്ലിക്റ്റ് 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 2 പാനലായിട്ട് സഭ മാറി. കൗൺസിലിൽ വലിയ ഡിബേറ്റ് നടക്കുകയാണ്. ഒരു ഗ്രൂപ്പ് പറയുന്നു സഭയ്ക്കകത്തോടെ കൊള്ളാം, പക്ഷേ പരിശോധന വേണം, മൊസൈക്കിലോ വേണം, ആചാരം വേണം. പരീക്ഷപക്ഷം ശക്തമായി ഞങ്ങൾ തമ്മിൽ മധ്യം ഡിബേറ്റ്. 5-ാം തീയതി വളരെ തർക്കമുണ്ടായി. സഭ വളർന്നോ? 15-ാം അധ്യായത്തിൽ തർക്കമുണ്ടിട്ട് സഭ വളർന്നില്ല. 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് സഭയെ പുലർത്തിയില്ല. 15-ാം അധ്യായത്തിൽ ഡോക്ടറൽ കോൺഫ്ലിക്റ്റ് സഭയെ പുലർത്തിയില്ല. 15-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു കോൺഫ്ലിക്റ്റ് 32-ാം വാക്യത്തിൽ പൗലോസും ബർണ്ണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി. മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 6-ാമത്തെ വിഷയം കൾച്ചർ ആണെങ്കിൽ, ലാംഗ്വേജ് ആണെങ്കിൽ, 15-ാമത്തെ വിഷയം തിയോളജി ആണെങ്കിൽ, 15-ലെ 38-ലെ വിഷയം മിഷനാണ്. മിഷന്റെ പേര് തർക്കം. ഞങ്ങൾ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. എന്നിട്ട് തമ്മിൽ പിരിഞ്ഞു. 2 സഭയാണ് ഉണ്ടായത്, 2 മിഷനാണ് ഉണ്ടായത്. ഡെവലപ്പ് ചെയ്തു. ഉഗ്ര പ്രബന്ധമാണത്. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ 3 കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് സഭയെ പുലർത്തിയില്ല?
സഭ പൊട്ടിത്തകർന്ന് 500 കർശനമായ 6-ാം അധ്യായത്തിലെ സാംസ്കാരിക സംഘർഷം അത്രയ്ക്ക് സെൻസിറ്റീവാണ്, സെന്റിമെന്റലാണ്, അത്രയ്ക്ക് അതിവൈകാരികമാണ് ആ പ്രശ്നം. എന്നാൽ സഭയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സഭ പുനരാകുന്നതിന്റെ കാരണം സഭയെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഭ നയിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്, the spirit of unity. അതാണ് സഭയെ നിയന്ത്രിച്ചത്. ഇതുപോലൊരു ദുരുദ്ദേശം പരിച്ഛേദന പോലെ സഭയ്ക്ക് വേറെ വന്നിട്ടില്ല. പരിച്ഛേദന പോലെയുള്ള മേജർ ഇഷ്യൂവിൽ സഭ പ്രവർത്താൻ കഴിയില്ല. എന്താ കാരണം? 28-ാം വാക്യം വായിക്കണം. ജാതികളുടെ മേൽ ഭാരം ചുമത്തരുതെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തോന്നി. കൗൺസിലിനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തോന്നണം. പരിശുദ്ധാത്മാവിന് തോന്നുന്നത് കൗൺസിലിന് തോന്നാവൂ, കൗൺസിലിന് തോന്നുന്നത് തന്നെ പരിശുദ്ധാത്മാവിന് തോന്നണം. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി. സഭയെ നിയന്ത്രിക്കുന്ന കൗൺസിലല്ല, സഭയെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയല്ല, സഭയെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജോലിയാണ് കൗൺസിലിനുള്ളത്. പരിശുദ്ധാത്മാവാണ് നയം തീരുമാനിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പരിപാടി തീരുമാനിക്കുന്നത്, പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന തിയോക്രാറ്റിക് പ്രോസ്പെരിറ്റി. അങ്ങനെയാണ് ചർച്ച വിഷയമാക്കി ഉപയോഗിക്കുന്നത്. ആ തിയോക്രാറ്റിക് പ്രോസ്പെരിറ്റിയാണ് സഭയിലെ കമ്മിറ്റി. അല്ലാതെ അച്ചായന്മാരല്ല തീരുമാനിക്കുന്നത്, കമ്മിറ്റിക്കാരല്ല തീരുമാനിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ സഭയെ നിയന്ത്രിച്ചത് ഡയറക്ടർമാരും മ്യൂസിക് ഡയറക്ടർമാരും കമ്പോസ് ചെയ്തവരെല്ലാവരും ദൈവശാസ്ത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പം നിർമ്മലന്മാരും വളർച്ചയില്ലാത്തവരും സിൻസിയറിറ്റി, ട്രാൻസ്പെറൻസി, ഇന്റഗ്രിറ്റി, നിങ്ങൾ അങ്ങനെ ആകണം. നീതി ഫലം നിറഞ്ഞവരാകണം. ഇതെല്ലാം പറയുക. എന്നിട്ട് പറഞ്ഞിട്ട് പൗലോസ് പറയണം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ പറഞ്ഞേ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാടോളം പറഞ്ഞേ. എന്തോ നല്ല പ്രവൃത്തി? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് എന്തോ നമ്മൾ വീട്ടിലൊക്കെ കല്ലിടത്തിലും ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു. അതൊന്നും അല്ല. നിങ്ങളിൽ സാൽവേഷൻ ആരംഭിച്ച ആള്, നിങ്ങളിൽ റീബർത്ത് ആരംഭിച്ച ആളുണ്ടല്ലോ, നിങ്ങളിൽ സാൽവേഷൻ ആരംഭിച്ച ആള് അത് പൂർത്തീകരിക്കും. ദൈവമാണ് നിങ്ങളിൽ ആരംഭിച്ചെങ്കിൽ, ദൈവമാണ് നിങ്ങൾ റീബർത്ത് ആരംഭിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവാണ് തുടങ്ങി വെച്ചെങ്കിൽ അത് പൂർത്തീകരിക്കും. വിശുദ്ധമായ അഭിലാഷങ്ങൾ പോലും ശ്രദ്ധിച്ചോളാം, വിശുദ്ധമായ അഭിലാഷങ്ങൾ പോലും നമ്മളിൽ ജനിപ്പിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് വാക്യമുണ്ട്, വിപരീത വായിച്ചിട്ടില്ലേ? ഇച്ഛിക്കായെന്നും പ്രവർത്തിക്കാനും തിരുവള്ളം ഉണ്ടായിട്ട് അത് ബന്ധപ്പെട്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നല്ല ആഗ്രഹങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോളി സ്പിരിറ്റാണ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. വിശുദ്ധ അഭിലാഷങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഹോളി സ്പിരിറ്റാണ്. വിശുദ്ധമായ അഭിലാഷങ്ങളെ നമ്മൾ ജനിപ്പിക്കുന്നത് ദൈവം തന്നെ ആത്മാവിനാലാണ്. അതുകൊണ്ട് ദൈവം തന്റെ പദ്ധതിക്ക് അനുസരിച്ച് വിശുദ്ധമായ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നു. അത് നടപ്പിലാക്കാനും പൂർത്തീകരിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. അടുത്ത വേഗം പറയാം. എന്നിട്ടാണ് 1:12 മുതൽ 19 വരെ അദ്ദേഹം പറയാണ്, എനിക്ക് സംഭവിച്ചത് ഗുണമായി. എനിക്ക് സംഭവിച്ചു. ഇമ്പീരിയൽ ട്രൈബ്യൂണലിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് സംഭവിച്ചത് ഗുണമായ. സ്വോത്രം. ഇന്ന് രാത്രി എല്ലാവരും എന്ന് പറഞ്ഞേ, എനിക്ക് സംഭവിച്ചത് ദോഷത്തിനല്ല, എനിക്ക് സംഭവിച്ചത് ദോഷത്തിനല്ല, എനിക്ക് സംഭവിച്ചത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. എന്റെ ഈ ജയില്, അറസ്റ്റ്, ചങ്ങല, പീഡനം ഇത് നഷ്ടമല്ല, ഗുണമാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എന്താ കാരണമായത്? പ്രൈറ്റോറി, അകമ്പടി പട്ടണം. ഈ ജയിലുകൾ തന്നെ ഷിഫ്റ്റ് അനുസരിച്ച് ഒരു സൈനിക വ്യൂഹമാണ് പ്രൈറ്റോറി എന്നുള്ളത്. അകമ്പടി പട്ടാളം വന്നിരിക്കും കേട്ടോ. ഈ അകമ്പടി പട്ടാളം എന്ന് പറയും, അകമ്പടി പട്ടാളം ഇംഗ്ലീഷ് എന്ന് ഞാൻ പറയും. നാളെ 50 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. പ്രൈറ്റോറിയൻ. ചെറുതിനെ പിടിക്കുന്നത് പ്രായമുള്ളത് ചമ്മോ, അതുകൊണ്ടാണ്. അതാണ്ട അത് സാമ്പിളാണ്, മനസ്സിലായില്ലേ? പ്രൈറ്റോറിയൻ. അകമ്പടി പട്ടാളം ഇങ്ങനെ നിൽക്കും. ഷിഫ്റ്റ് കഴിയുമ്പോൾ അവരങ്ങ് മാറും. അപ്പോൾ ഒത്തിരി പേര് വരും. ഞാൻ ജയിലിൽ വന്ന നഷ്ടമല്ല, ഇപ്പൊ പരസ്യമാണ്. അകമ്പടി പട്ടാളം സുവിശേഷം കേൾക്കാൻ ഈ ജയില് കാരണമായി. നിങ്ങളുടെ വീട്ടിൽ പ്രതിസന്ധി ഉണ്ടായത്, പ്രശ്നം ഉണ്ടായത് നഷ്ടത്തിനല്ലെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
ദൈവത്തിൽ അതിന് പിന്നെ ഒരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. അതിന് പിന്നെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അകമ്പടി പട്ടണം സുവിശേഷം കേൾക്കാൻ ഈ ജയില് കാരണമായി. അടുത്ത 4:22 പറയാം. ലേഖനം അവസാനിപ്പിക്കാൻ അങ്ങനെ എല്ലാവരും വന്ദനം ചെയ്യുന്നു. സീസറിന്റെ ഭവനക്കാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയും, ഞാൻ നിങ്ങൾ വന്ദനം ചെയ്തു, എന്നെ പിടിച്ചടിച്ചവന്റെ വന്ദനവും ഞാൻ നിങ്ങൾക്ക് പിടികിട്ടിയാണ്. ഇതാ ക്രിസ്ത്യാനിറ്റി. ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്തു, കൈസറിന്റെ അരമനക്കാരന് വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജയിലിൽ വന്നതുകൊണ്ട് ഗുണമായി. അകമ്പടിപ്പട്ടാളം മാത്രമല്ല, സീസറിന്റെ വിലക്കകത്ത് ഇപ്പൊ ബുധനാഴ്ച വൈസ്റ്റഡിയാ. സൂക്ഷിച്ചിട്ട് കളിക്കണം. ഞങ്ങളെ അടിച്ചാൽ നിന്റെ അമ്മയെ ഞങ്ങൾ ധാരപ്പെടുത്തും. പ്രൈസ് ഞങ്ങൾ സഭയ്ക്ക് കല്ലെറിഞ്ഞാൽ എന്റെ വീട്ടിൽ ഞങ്ങൾ പള്ളി പണിയും. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവരെ, സീസറിന്റെ അരമനക്കകത്തുള്ളവർ വന്ദനം ചെയ്യുന്നു. ജയിലിൽ വന്ന മാത്രമല്ല, എന്നെ പിടിച്ച് ജയിലിട്ടവന്റെ പോരക്കകത്ത് സുവിശേഷം പെനിട്രേറ്റ് ചെയ്യാൻ, സുവിശേഷം തുളച്ചു കയറാൻ ഈ ജയില് ഗുണമായെങ്കിൽ പീഡന പ്രശ്നമല്ല, രോഗ പ്രശ്നമല്ല, പ്രതിസന്ധി വിഷയമല്ല, ക്രൈസിസ് വിഷയമല്ല. ഇത് ദൈവത്തിന് പദ്ധതിയാണ്. സഭയെ തകർക്കാൻ ശക്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നടന്നു പറയാം. ഇത്ര ആളുകളൊന്നും ഇല്ല. 11 പേര് അപ്പോസ്തലന്മാർ പറഞ്ഞത് അൺസിവിലൈസ്ഡ് ആൻഡ് അൺട്രെയിൻഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലാത്തവർ, നാഗരികത ഇല്ലാത്തവർ, സംസ്കാരമില്ലാത്തവർ എന്ന് എഴുതിയിരിക്കുന്നു. ആ 11 പേരെ കൊണ്ട് ലെറ്റർ പാടില്ലായിരുന്നു, ഒരു സീലില്ലായിരുന്നു. നമുക്ക് എത്ര സീലാണ്? ലെറ്റർ പാടില്ലായിരുന്നു, സീലില്ലായിരുന്നു, ഒരു സംവിധാനമില്ലായിരുന്നു, ലാൻഡ് ഇല്ലായിരുന്നു, കെട്ടിടമില്ലായിരുന്നു, സെമിനാരി ഇല്ല, സെമിത്തേരി ഇല്ല. സിംഹത്തിന്റെ വായിലേക്ക് പോകുന്നതിനാണ് സെമിത്തേരി. സെമിത്തേരി ഒന്നുമില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് ഇല്ല. പഴയ നിയമം വെച്ച ആരാധന, പഴയ നിയമം വെച്ചാണ്. യേശു പ്രസംഗിച്ച പഴയ നിയമം, പത്രോസ് പ്രസംഗിച്ച ഓവർപ്രയോഗിക്കുന്ന, മനസ്സിലായോ? സ്തേഫാനോസ് പ്രസംഗിച്ച ഓൾഡ് ടെസ്റ്റ്മെന്റാണ്. പെരുന്നാളിന് പോയിട്ട് തിരിച്ചു വന്ന സ്നാനപ്പെട്ടത് യശാപ്രവചനം 53 വായിച്ച അതിനകത്ത് സ്നാനമില്ല. സ്വതന്ത്രം ചെയ്താണ്. മനസ്സിലായോ? സ്നാനപ്പെടേണ്ടവർ ഉത്തമീതം വായിച്ചാൽ ജ്ഞാനപ്പെടും. സ്തോത്രം. റോമലേഖനം 6 വായിച്ചാലും വിവരമില്ലാത്തവരെ പിടികിട്ടത്തില്ല. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, സ്തോത്രം. പുതിയ നിയമം പോലും ഇല്ലാത്ത സഭ, സംവിധാനമില്ലാത്ത സഭ. ഇത് നമ്മൾ ശക്തരാണ്. കത്തോലിക്ക കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളാണ്. 20 ലക്ഷം 22 ലക്ഷം ഉണ്ട്. നിയമസഭ മണ്ഡലത്തിൽ 22 മണ്ഡലങ്ങളിൽ സ്ട്രോങ്. ചെന്നൂരിൽ 17,000 വോട്ടർമാരുണ്ട്. തിരുവല്ലയിൽ 18,000 വോട്ടർമാരുണ്ട്. റാന്നി നമ്മൾ തീരുമാനിക്കും. പത്തനംതിട്ട പാർലമെന്റിൽ 1 ലക്ഷം 2 ലക്ഷം വോട്ടർമാരുണ്ട്. പണ്ടത്തെ സഭയല്ലേ ഇത്? ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, സ്തോത്രം. ഇവാഞ്ചലിക്കൽ സഭയേക്കാൾ കൂടുതൽ മുമ്പാണ് സെൻട്രൽ കൺവെൻഷൻ ആളുണ്ട്. മനസ്സിലായി? സെൻട്രൽ കൺവെൻഷനിൽ ഉള്ള ആൾ ഇവാഞ്ചലിക്കൽ സഭയിലില്ല. ഇന്ന് രാത്രി പറയട്ടെ, നമ്മൾ ശക്തരാണ്. പക്ഷെ 11 പേരെ കൊണ്ട് പണിത ഈ പ്രസ്ഥാനം ഭരണകൂടം അടിച്ചു തകർത്തിട്ട് നീറോയും മാർക്കസും ട്രാഞ്ചനും ഡൊമീഷ്യനും ഡയോക്ലീഷ്യനും വലേറിയനും വെസ്പേഷ്യനും എല്ലാം തൂക്കുമരമിട്ട് അങ്ങൂഞ്ഞാലാടി രവിയക്രങ്ങൾ തലയുടെ ഓടിച്ചു കഴിക്കണം. സഭ പകർന്നു പോയില്ല. കാരണം ഇത് പണിതത് മനുഷ്യനല്ല, ദൈവമാണ്. ഞാൻ ഇന്ന് സഭയെ പണിയും. പാതാള ഗോപുരങ്ങളിൽ ജയിക്കത്തില്ല. ദൈവസഭ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്വതന്ത്രം. സഭ ഇന്നും ശക്തമായി നീങ്ങിയത് വലിയ മൂവ്മെന്റ് ആണിത്. ലോകത്തിൽ 5 വൻകരകളിൽ വലിയ മൂവ്മെന്റായി ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് യേശുവിന്റെ ശിഷ്യന്മാർ 12 പേര് നമുക്ക് മക്കളുണ്ട്. ആൻഡ്രൂ, നദനയേൽ, ജോൺ, മാത്യു, ജേക്കബ്, ഇതെല്ലാം ഉണ്ട്. ഏതെങ്കിലും കൈസർമാരുടെ പേരുണ്ടോ? യേശുവിന്റെ ഈ പാമ്പെടുത്ത ശിഷ്യന്മാരുടെ പേര്, യേശുവിന്റെ ശിഷ്യന്മാരുടെ പേര് നമ്മുടെ മക്കൾക്കുണ്ട്. പത്രോസും പീറ്ററെന്നും അന്ത്രയോസെന്നും ജോണെന്നും തോമസ് എന്നൊക്കെ ഇടുന്നു. കൈസർ എന്ന് നമ്മുടെ പട്ടികയിലുണ്ട്. പ്രൈസ് അല്ല. ഞങ്ങൾക്കൊണ്ട് കൈസർ ഉണ്ടാവും. കത്തോലിക്ക. മനസ്സിലായത്? ചിരിക്കാൻ പറഞ്ഞല്ല, കാര്യം ഇങ്ങനെ കണക്കി ഓടിക്കും. ഒരു മനുഷ്യന് ആ പേരില്ല. പക്ഷേ അന്ത്രയോസിന്റെ പേര് ഇന്നുണ്ട്, പീറ്ററിന്റെ പേര് ഇന്നുണ്ട്. പ്രൈസ് സ്തോത്രം. ജോണിന്റെ പേര്, തോമസിന്റെ പേര് ഇന്നുണ്ട്. ഇത് മിറ്റിലി കൊണ്ട് മിഷ്ടി കൊണ്ട് പണിതല്ല ഈ സഭ. യേശുവിന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച സഭയാണ്. ഇതിനെ പകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഞാൻ ജയിലിൽ വന്നത് ഗുണമായി. അടുത്ത ഗുണം, വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഞാൻ ജയിലിൽ വന്നതുകൊണ്ട് കോൺഫിഡൻസ് കൂടി. ഇവരെയും ഒരു 3 മാസത്തേക്ക് വിവാഹ സമയമാണ് തീരുമാനിച്ചില്ല. കമ്മിറ്റി കൂടി അവരങ്ങനെ രംഗത്തിറങ്ങി. എന്റെ ജയിലിൽ നിമിത്തം ഇവർക്ക് കോൺഫിഡൻസ് കൂടിയെന്ന്, ഇവർക്ക് കറേജ് കൂടി. സഹോദരന്മാർ ധൈര്യത്തോടെ ഭയമില്ലാതെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇവർക്ക് ധൈര്യം കിട്ടിയത് എന്റെ ജയിലാണ്. കേട്ടോ? ധൈര്യം കിട്ടിയത് സഹോദരന്മാർ. അതുകൊണ്ട് ആരെങ്കിലും തല്ലിയ നമ്മളൊന്ന് മാളത്തേക്ക് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നടന്നില്ല. നമ്മൾ ധൈര്യത്തോടെ ഇത് പറയുന്നു. സ്തോത്രം.
നിങ്ങൾ പീഡനം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോണം, സഭ വളരുന്നതിന്റെ ലക്ഷണമാണ്. വർക്കില്ലെങ്കിൽ ആരും നല്ലതൊന്നുമില്ല. വർക്കുള്ളതിൻ്റെയാണ്, ചർച്ച് ഗ്രോത്തിൻ്റെയാണ്. അതുകൊണ്ട് പേഴ്സിക്യൂഷൻ ചർച്ച് ഗ്രോത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അത് ശ്രദ്ധിച്ച് കേട്ടോണം. അതുകൊണ്ട് സംഭവിച്ചത് ദോഷത്തിനല്ല. ഈ ഏറ്റവും നല്ല 4 ലേഖനം എഴുതി ഇവിടെ കിടന്നു, ജയിലിൽ കിടന്നു. ലേഖനങ്ങളുടെ റാണി എഫേസ് ലേഖനം ജയിലിൽ നിന്നാണ്. ഇന്റർപ്രട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എഫേസ് ലേഖനം അത്രയും ഗംഭീരമാണ്. ഫിലിപ്പിയ ലേഖനം ജയിലിൽ നിന്നാണ്. കൊലോസ് ലേഖനം ജയിലിൽ നിന്നാണ്. കൊലോസ് ലേഖനം എടുക്കുമ്പോഴേ അപ്പോസ്തലന്മാർ കണ്ടവഴി കൊടുക്കും. മനസ്സിലായില്ലേ? കൊലോസ് ലേഖനം ജയിലിൽ നിന്നാണ്. ഫിലോമോന്റെ ലേഖനം ജയിലിൽ നിന്നാണ്. ഇന്ന് രാത്രി പറയേണ്ട പ്രിയമുള്ള ഏറ്റവും പ്രഷ്യസ് ആയി ഉള്ള വരുന്നത് വേദനയിൽ നിന്നാണ്. ഇന്ന് രാത്രി വേദനിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കരയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഏറ്റവും പ്രഷ്യസ് ആയത്, ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും ബെറ്ററായത്, ഏറ്റവും നല്ലത് വരുന്നത് ജയിലിൽ നിന്നാണ്. അവർ ഏത് ഉറവിൽ നിന്നാണോ മാറ കുടിച്ചത്, അതേ ഉറവിൽ നിന്നാണ് മധുരം കുടിച്ചത്. അത് വേറെയല്ല. നിങ്ങളെ കൊണ്ട് തിരുവനന്തപുരത്തല്ല അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ കാസർഗോഡ് അവമാനിക്കപ്പെട്ടെങ്കിൽ ദൈവം നിങ്ങൾ ഇവിടെ മാനിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങളുടെ താര താണെങ്കിൽ അവിടെ നിങ്ങളുടെ താര ഉയർത്തും. യെരൂശലേമിനെ അടിച്ചെങ്കിൽ യെരൂശലേമിന് അവന്റെ അനുഭാവികൾ, അവന്റെ അനുയായികൾ ഉപദേശം കൊണ്ട് ഇടയ്ക്ക് പറിച്ചു. യെരൂശലേമിനെ കെട്ടിവലിച്ചെങ്കിൽ അത് യെരൂശലേമിനെ അവരെ സിംഹാസനം വെച്ച് യേശു ഭരിക്കാൻ മടങ്ങി വരും. അതുകൊണ്ട് അതേ ഉറവിൽ നിങ്ങൾ മധുരം കുടിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് 13-ാം വാക്യം പറയും, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അത് വിശദീകരിച്ചാൽ നമ്മൾ ഇത് തുടങ്ങി പിരിയും. നമ്മളാണ് പറഞ്ഞതിനും 13-ാം വാക്യം നോക്കിയേ. ഈ എന്റെ ബന്ധനങ്ങൾ നമ്മളാണ് പറഞ്ഞതിനും ഈ റോമാ സാമ്രാജ്യത്തിന്റെ പോരുകളും ഭരണകൂടത്തിന്റെ പോരാട്ടങ്ങളും അതിന്റെ വട്ടമിട്ട് സാധാരണയാണ് പറയാം. നിങ്ങൾ ഈ 13-ാം വാക്യം എങ്ങനെയാക്കിയാൽ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. നമ്മളാണ് പറഞ്ഞാൽ ഈ ജയിലും അറസ്റ്റും ക്രൈസിസും എല്ലാം സാധാരണ നിമിത്തമാണ് പറയുന്നത്. സ്വതന്ത്രം ഒത്തിരി ഡെമനോളജി കൈകാര്യം ചെയ്യുന്നുണ്ട്. ബൈബിളിൽ ഏറ്റവും കുറച്ച് പറഞ്ഞിരിക്കുന്ന പേരാ സാത്താൻ്റെ. അറിയാം, ഓട്ടോഷവിന് സാത്താൻ്റെ പേരില്ല. അറിയാം, യോബിന്റെ പുസ്തകത്തിൽ മാത്രം, 27-ാമത്തെ പുസ്തകത്തിൽ ഒരെണ്ണം ഓട്ടോഷവിന് പറയാത്ത പേരാ. സാത്താൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒത്തിരി അത് ആഘോഷിക്കേണ്ട. ന്യൂ ടെസ്റ്റമെന്റിൽ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിൽ ഏറ്റവും കുറച്ച് പറഞ്ഞിരിക്കുന്ന പേരാ പിശാച്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി. ദൈവത്തിന്റെ പരമാധികാരം സാധാരണ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലർ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. സ്വതന്ത്രം, ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അധികാരം, നിങ്ങളുടെ പ്രിവിലേജ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ദത്തെടുപ്പ്, നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ അധികാരം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ എന്തോ ശക്തിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. സാത്താൻ എന്തോ ശക്തിയുണ്ട്. നിർത്താനാണോ? നമ്മളുടെ പല സിഗ്നലുണ്ട്. ആശ്രമം വെള്ളം കൊടുക്കുക, ലൈറ്റ് ഓഫ് ആക്കുക, നിർത്താം. ക്ലൈമാക്സിലേക്ക് പോകാം. 4 സ്പീഡിൽ ശ്രദ്ധിച്ചാൽ സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് യോബിനെ തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. ഒത്തിരി ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് ഫ്ലെക്സ് വെക്കണ്ട. മനസ്സിലായോ? ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ്. ദൈവം വേലി പൊളിച്ചില്ലെങ്കിൽ കൽദേരിന്റെ കാളെ തൊടത്തില്ല. ശബായതിന്റെ കഴുതിയെ പിടിക്കത്തില്ല. ശബായതിന്റെ കഴുതിയെ പിടിക്കണമെങ്കിൽ, കൽദേരിന്റെ കാളെ പിടിക്കണമെങ്കിൽ ദൈവം വേലി പൊളിക്കണം. കേട്ടോ? സ്തോത്രം. ശ്രദ്ധിച്ചാൽ മനസ്സിലായോ? 2-ാം തീയതി വീണ്ടും പറഞ്ഞാൽ ശരീരത്തിൽ തൊട്ടോ, ശരീരത്തെ തൊടാൻ ദൈവത്തോട് പെർമിഷൻ ചോദിക്കുക. പ്രാണനെ തുടരുമെന്ന് പറയുന്നു. ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് യോബിനെ തൊടുന്നത്. ഒന്നുകൂടെ ഉറക്കാനാണെങ്കിൽ ഒരാപ്പൊക്കെ മതി, എന്നാലും ഒരെണ്ണം പറഞ്ഞേക്കാം. പത്രോസെ പലവട്ടം നിന്നെ പാറ്റിക്കളയാൻ എന്നോട് പെർമിഷൻ ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അനുവാദം കൊടുത്തില്ല. ഈ 2 തിയറി വെച്ചോണ്ട് ഞാൻ പറയുന്നു, ഒരു ചെറുവരിലൂടെ അനങ്ങണമെങ്കിൽ, ഒരു കരിയിലൂടെ അനങ്ങണമെങ്കിൽ ദൈവം അനുവദിക്കാതെ പറ്റത്തില്ല. എന്റെ ദൈവം അനുവദിക്കാതെ പറ്റത്തില്ല. പത്രോസിനെ തൊടാൻ അനുവദിക്കാതിരുന്നതും യോബിനെ തൊടാൻ അനുവദിച്ചതും ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ഇന്ന് രാത്രി സഭയോട് പറയുന്നു, ദൈവം സർവശക്തനായ ദൈവം പറയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കഴുതേറിന്റെ കാളയെ പിടിക്കണമെങ്കിൽ, ശബായതിന്റെ കഴുതിയെ പിടിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. അവൻ വേലി പൊളിച്ചാലേ അത് പറ്റൂ. ഈ സാധാരണ ഒത്തിരി ആഘോഷിക്കരുത്.
സ്ഥലമാറ്റമാണല്ലോ. നമ്മളൊരു പാസ്റ്റർ 2 വർഷം ദൈവത്തിൻ്റെ പ്രശ്നമാണ് സ്വാതന്ത്ര്യം. അപ്പോൾ അതിന് വേറെ രീതി പറയാം. സ്വാതന്ത്ര്യം കട്ടായി സ്വാതന്ത്ര്യം ഇതന്നെ മുറിച്ച് ആ ഭാഷ കഴിച്ചു കൊടുക്കും. എനിക്കൊന്നുമില്ല മറ്റുള്ള അതാണ് സ്വാതന്ത്ര്യം. കാസർഗോഡ് തന്നെ ഇത് ചെയ്യും. അങ്ങനെ അവിടുന്ന് അതിൻ്റെ സോഴ്സ് അവിടുന്ന് മൊബൈലിൽ തന്നെ എഡിറ്റിംഗ് ആയിരിക്കുന്ന കുട്ടികളുണ്ട്. അത് കുടയിച്ചാൽ അത് മുറിച്ചിട്ട് ആ ഭാഷ കഴിച്ചു കൊടുക്കും. അപ്പം 2 വർഷമായത് പെട്ടെന്ന് മാറുക. അതിന് കാരണം അന്വേഷിക്കുന്ന പറഞ്ഞ് അത് പോരാട്ടമാണ്. അങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയ പുള്ളി അവിടെ നിൽക്കും. സാത്താൻ്റെ സിംഹാസനോടത്ത് ഞാൻ നിന്നെ വാർപ്പിച്ചിരിക്കുന്നു. കൃപയുള്ളവരെ എവിടെയും താമസിക്കാം. ആരിൻ്റെ ചോട്ടി താമസിക്കാം, പാലയുടെ മുട്ടി താമസിക്കാം, കുരിശിൻ്റെ ചോട്ടി താമസിക്കാം, ഒരു കുഴപ്പമില്ല. അമ്പലത്തിനടുത്ത് താമസിക്കാം. കൃപയുള്ളവര്, അഭിഷേകമുള്ളവര്, സ്തോത്ര വിശുദ്ധിയുള്ളവര്, ആരാധനയുള്ളവര്, പ്രാർത്ഥനയുള്ളവര് എവിടെയും താമസിക്കാം. വിശ്വാസം നിങ്ങളെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആത്മമേ ശക്തിയുള്ള നീ എന്നെ വചനം കാത്തു. വചനം കാത്തത് എവിടെയും താമസിക്കാം. അസു എവിടെ ഏതൊരു പാമ്പ് കയറില്ല. അങ്ങോട്ട് ജനതയോടെ ഏതെല്ലാം അങ്ങനെ പാമ്പ് വരും. അസു അവിടെ വരും. പുള്ളിക്ക് അസുഖം വന്നതും പുള്ളിക്കകത്ത് അസുഖം വരുന്നതും ആസ്ട്രേലിയ പോരാട്ടമല്ല. ചികിത്സിക്കാൻ മാറും. ആശുപത്രികളുണ്ടല്ലോ. ഇതിനകത്ത് പ്രിയമുള്ളവർ പറയട്ടെ, നമ്മളുടെ ഈ മാമൂല് കളയണം. ഈ മാമൂലുകൾ കളയണം. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. അതോട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൽ വിശ്വസിക്കും, ദൈവത്തിൽ വിശ്വസിക്കും, വചനത്തിൽ വിശ്വസിക്കുക, ദൈവകൃപയിൽ വിശ്വസിക്കുക. അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകരുത്, മാമൂലിന്റെ പിന്നാലെ പോകരുത്, വചനവിരുദ്ധയുടെ പിന്നാലെ പോകരുത്. ഹോളി സ്പിരിറ്റിൽ വിശ്വസിക്കുക, ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ ബലിയിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് വീണ്ടും ജനനം വിടുതലുണ്ടെന്ന് വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുക, അഭിഷേകത്തിന്റെ രഹസ്യത്തിൽ വിശ്വസിച്ച്, കൃപാവരങ്ങളുടെ ദൈവിക അധികാരത്തിൽ വിശ്വസിച്ച്, സഭയുടെ പ്രിവിലേജിൽ നിന്ന് വിശ്വസിച്ച്, സഭയുടെ അധികാരത്തിൽ നിന്ന് വിശ്വസിച്ച്. ഈ ബന്ധന ക്രിസ്തുവിന്റെവാ. ഇതിനകത്ത് വന്നത് കൊണ്ട് എനിക്ക് ഗുണമായി. 3 ഉപകരണങ്ങളെ വെച്ച്, ഒന്ന് ചെയിൻസ്, ചങ്ങല, 2 ക്രിപ്റ്റിക്സ്. അവരുടെ വിമർശനം ക്രിപ്റ്റിക്സ് ഉണ്ട്. ഇപ്പം പിന്നെ ഫേക്ക് ഐഡി വെച്ചായിരിക്കും സീരം കുറച്ച് ചീത്ത എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് പിടിക്കണമെന്ന് ഞാനത് സൈബർ പോലീസിൽ ഈ നമ്പർ കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ ഞാനത് എത്തിപ്പോയി. ഒരു പാസ്പോർട്ട് ആളാരാണെന്ന് എനിക്കും ഞങ്ങളുടെ ഓഫീസർക്ക് മാത്രം അറിയാം, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്യാൻ എന്നോട് സബ്ലി ചോദിച്ചാൽ പുള്ളിയെ പൊക്കണം. നാണക്കേണ് ആരാണ് ഭാര്യ കുഞ്ഞിനെ ഓർക്കണ്ട, അതിനെ പൊക്കിയാൽ മനസ്സിലായോ? കൺഗ്രാജുലേഷൻ പറയുന്നത് സ്വന്തം ഐഡിയ, തെറി പറയുന്നത് ഫേക്ക് ഐഡിയ. എൻ്റെ തലമുറയെ ഓർത്തി തോന്നിയാസങ്ങൾ കാണിക്കുന്നത്. സ്വന്തം പ്രസാദനങ്ങൾ വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവര്, അതീവ ഗൗരവമായി പറയുകയാണ്. സ്തോത്രം. ഈ ഗതി പിടിക്കാതെ ഞാനെന്താണ് പ്രാർത്ഥിക്കണം, കഷ്ടപ്പെടണം. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ്. ഫീസ് കൊടുക്കാൻ ലീഗിൽ പരീക്ഷ എഴുതിയിട്ടില്ല സർക്കാരിന്, മനസ്സിലായോ? ഹോട്ടലിൽ പൊറോട്ട അടിച്ചിട്ട് ഫീസ് കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്തോണം. ഒരാൾ സ്റ്റേജിൽ കയറി ഷൈൻ ചെയ്യുമ്പോൾ അവൻ്റെ പിന്മുറ നിങ്ങൾക്ക് അറിയാമോ? കഷ്ടപ്പാടുകൾ അറിയാമോ? അവർ കഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. കുഞ്ഞായിരിക്കും അപ്പം മരിച്ചതാണ് കൊടുത്തോട്ടത്തിൻ്റെ. അമ്മ ചെയ്യാത്ത പണികളില്ല. സ്തോത്രം. കഴിഞ്ഞ ഞങ്ങൾ കഷ്ടപ്പെട്ട് UK കോൺഗ്രസ് ഗസ്റ്റ് സ്പീക്കറായിരുന്നു. അമേരിക്കയിൽ ഈ കോൺഗ്രസ് പ്രസംഗിക്കാൻ പറ്റിയിരിക്കുക. ഒരാൾ സ്റ്റേജിൽ കയറുമ്പോൾ അവന് പിന്നിലെ കഷ്ടപ്പാടും ദുരിതവും ദുരന്തങ്ങളുടെ വേദനയെ പിന്നിട്ട വഴിയും പീഡാനുഭവങ്ങളൊക്കെ അറിയണം. ഇതിനു വേണ്ടി കരച്ചിലുണ്ട്, ഇതിനു വേണ്ടി ഉറക്കളിപ്പുണ്ട്, ഇതിനു വേണ്ടി പഠനമുണ്ട്, ഇതിനു വേണ്ടി വായനയുണ്ട്. നീ കയറി പിടിക്കാത്ത നമ്മുടെ പുറകിൽ നടക്കുന്നത്. സ്വതന്ത്രം അത്രയും പറഞ്ഞ് പുള്ളിയെവിടെയാണ് സ്വതന്ത്രം. ഇത് രാത്രി പ്രിയമുള്ളവരെ ചങ്ങല, ക്രിട്ടിക്സ്, വിമർശനം. ആ പുള്ളി ഓർസം എഴുതുമായിരുന്നു. അങ്ങനെ മുഖ്യപ്പെട്ട സാധനം കൊടുത്ത് ഈ ഫേക്ക് ആയിട്ട് ഓർസത്തിനെതിരെ മുഖ്യം സ്തോത്രം. പക്ഷെ അത് മുളക്കയുടെ ചൊവ്വാഴ്ച കാണുമ്പോൾ ആദ്യം നിന്ന് കൈയ്യെഴുതി പുള്ളിയാണ്. സുഖമായിരിക്കുന്നു യോവാബിൻ്റെയും ഫലം. ഞാൻ നമ്മുടെ സുഖമായിരിക്കുന്നു, എൻ്റെ ഔദാര്യവാദിൻ്റെയും ചിരി. ഇത് രാത്രി പ്രിയമുള്ളവരെ പറയേണ്ട ഹിസ് ക്രൈസിസ്. ഈ 3 ഉപകരണങ്ങൾ
ഒന്ന് ചങ്ങല, 2 ക്രിട്ടിക്സ് വിമർശകർ, 3 ക്രൈസ്റ്റ്. ഇത് 3ഉം ദൈവം എനിക്ക് ഗുണമാക്കി തീർത്തോളൂ. യോസഫ് പറയുകയാണ് സ്തോത്രം, നിങ്ങൾ എനിക്ക് ദോഷത്തിന് വേണ്ടി വിചാരിച്ചു, എന്റെ ദൈവം അത് ഗുണമാക്കി തീർത്തു. എനിക്ക് യേശു മാത്രം മതി. ഈ പ്രതിസന്ധിയിൽ എന്നെ നിർത്തിയത് എന്താണ്? യേശുവാണ്. ആ യേശുവിനെ രണ്ടാമതിൽ പറയുന്നത്, ദൈവത്തെ മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ, ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ, തന്റെ ഗ്ലോറി, തന്റെ അനാഥമായ തന്റെ റിച്ചസ്, തന്റെ സമ്പന്നത, പിതാവുമായിട്ടുള്ള ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്, തന്റെ ആ പ്രൊറഗേറ്റീവ് അധികാരം, സവിശേഷ അധികാരങ്ങൾ എല്ലാം വേണ്ടെന്ന് വെച്ച് തന്നെ നിയന്ത്രിച്ച് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാകണം. ഈ ജയിലിൽ വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും നമ്മളെ ഉറച്ചു നിർത്തുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അതാ 3-ാം അധ്യായം പറയുന്നത്. നിങ്ങൾ നോക്കൂ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കൺവേർഷൻ ബിഫോർ, എൻ്റെ ആഫ്റ്റർ കൺവേർഷനും ബിഫോർ കൺവേർഷൻ നിങ്ങൾ നോക്കിക്കേ. ലൈഫ് ബിഫോർ കൺവേർഷനും ലൈഫ് ആഫ്റ്റർ കൺവേർഷൻ നോക്കിക്കേ. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്, നല്ല പശ്ചാത്തലം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റത് 13-ാമത്തെ വയസ്സിൽ പരിച്ഛേദനയേറ്റ ഇസ്മായിൽ ട്രഡീഷനിലെ എൻ്റെ ഉടമ്പടിയുടെ അടയാളമാണ് കേട്ടോ. എബ്രാൻ ജനിച്ച എബ്രായൻ എക്സോഗ്യമല്ല. അധിനിവേശം അടിമത്വം വന്നപ്പോൾ മതം മാറി അങ്ങോട്ടും ഇങ്ങോട്ട് കല്യാണം കഴിച്ച് മിക്സഡ് മറ്റീരിയഡ് ആയിട്ടുണ്ട്. ഇത് പ്യൂറാണ്, ബ്ലൂ ബ്ലഡഡ് ജൂൺ ഓഫ് റൈസ്, രക്തനീരല്ല പരാമർത്തം ചെയ്യുന്നത്, ഒറിജിനൽ ഹീബ്രു ആണ്. എൻ്റെ അപ്പനും അമ്മയും എബ്രായരാണ്, എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ്, ഒറിജിനൽ ഹീബ്രു ആണ് ഞാൻ. ഇസ്രായേൽ ജാതിക്കാരനാണ്. യാക്കോബിന്റെ പാരമ്പര്യമാണ് എനിക്ക്, അബ്രഹാമിന്റെ പാരമ്പര്യമാണ്, ഇസ്ഹാക്കിന്റെ പാരമ്പര്യമാണ്. അതാണ് എന്റെ കാസ്റ്റ് ഐഡന്റിറ്റി, അതാണ് എന്റെ പാരമ്പര്യ ലെഗസി. ഞാൻ ബെന്യാമീൻ ഗോത്രമാണ്. 12 ഗോത്രങ്ങളെ റോയൽ ട്രൈബ് അതാണ്. നിങ്ങൾക്കറിയാം, 1-ാമത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രമാണ്, ശൗൽ. ആ പേര് തന്നെ ശൗൽ കേട്ടോ. പ്രിവിലേജ് പറയാം. യേഹൂദ് ബെന്യാമീൻ ഗോത്രമാണ്, ന്യായാധിപൻ. മൊർദെഖായി ബെന്യാമീൻ ഗോത്രമാണ്. ഇഷ്ടപത്നി റാഹേൽ കനാനിൽ ജനിച്ചവൻ അവനാണ്. രാജ്യം പിളർന്നപ്പോൾ യഹൂദൻ ചേർന്നവർ ബെന്യാമീനാണ്. വലങ്കയുടെ പുത്രനാണ്, കടിച്ചിരുന്ന ചെന്നായ 4 പേര്. യോസഫ് എല്ലാവർക്കും കൊടുത്തതിനെ കളഞ്ഞി ഈ ബെന്യാമീനാണ് കൊടുത്തത്. കണ്ണടച്ചുകൊണ്ട് ഇടത്തിലേക്ക് കണ്ടെറിഞ്ഞാൽ ഒരു രോമത്തിന് ഒരു ഏറുപടിക്കാത്ത കമലക്കാരെന്ന് ഞങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ന്യായപുസ്തകത്തിൽ. ഞാൻ ബെന്യാമീൻ ഗോത്രമാണ്. പരീക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സദുക്കളെ പോലെ യുക്തിവാദികളല്ല, ഹേരോദിനെ പോലെ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ എരിവുകാരെ പോലെ തീവ്ര ദേശഭക്തരല്ല, മതഭക്തരാണ്. പരീക്ഷന്മാരുണ്ട്, സ്തോത്രം, കടും ജീവവണ്ടി ദേശം പരീക്ഷന്മാരുണ്ട്. അപ്രത്യ മതഭക്തരാണ് ഞങ്ങൾ. ഞാൻ ന്യായപ്രമാണ സഭയ്ക്ക് അലിഞ്ഞാണ്. ഇതാണ് എന്റെ പാരമ്പര്യം. പക്ഷെ ഈ പാരമ്പര്യം ഈ ത്രാശിനെ ഈ തട്ടി വെച്ചിട്ട്, ഈ ത്രാശിനെ ഇങ്ങനെ തട്ടി ക്രിസ്തുവിനെ കൂടെ വെച്ച് ഞാൻ തൂക്കി നോക്കി, പഠിച്ചു നോക്കി, വിലയിരുത്തി നോക്കി, ഞാൻ എന്നെ തമ്മിൽ തട്ടിച്ചു നോക്കിയപ്പോൾ ഐ കൺസിഡർ റബിഷ്. എന്റെ പാരമ്പര്യത്തിൽ ഞാൻ ചാവറം കണ്ടുകയാണ്. യേശുവിന്റെ വെളിപ്പാട് എന്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ പരിജ്ഞാന നിമിത്തം ഞാൻ ഈ പാരമ്പര്യത്തെ ചാവറം കണ്ടുന്നു. ഇത്രയും പറഞ്ഞ പാരമ്പര്യം അന്നത് വല്ല മോശമുണ്ടാവും ഒന്നുമില്ല. കൊലപാതക കേസോ വഞ്ചാവച്ചടോ ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യണം. നമ്മുടെ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത്. ഇത്രയും നല്ല പാരമ്പര്യമുള്ള മറയാണ് അത് ചവറാണ്. നിങ്ങൾ കണ്ടു നോക്കണം. ചാണകം, മലം, ഉച്ചിഷ്ടം, ഉപ്പ, വാഴക്കിടുന്ന വളം, അറപ്പൊട്ടന. ഇത്ര വലിയ പാരമ്പര്യത്തെ കപ്പലിൽ നിന്ന് കാർഗോ തള്ളുന്നത് പോലെ കാർഗോ തള്ളുന്നത് ഞാൻ വലിച്ചെറിയുന്നു. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറിയാൽ പാരമ്പര്യം മരം പോലാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് സേവന ഉള്ളിൽ കയറപ്പോണ്ട് നീ കുറവലങ്ങാട് കുടുംബയോഗത്തിന് കഥ പറയുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറപ്പത് കൊണ്ട് നീ പകരോ പറ്റത്തില്ല പഴഞ്ചൊല്ലി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് ഉള്ളിൽ കയറാത്തത് കൊണ്ട് നീ വമ്പൂരി പാരമ്പര്യം നിന്റെ ഗേറ്റിൽ എഴുതി വെക്കുന്നത്. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് സേവന ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കട്ടെ. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇന്ന് രാത്രി വെളിപ്പാടുന്നുണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ പരിജ്ഞാനം അതുണ്ടാകണം. അതാ പറയുന്നത്. ഇത്രയും നല്ല പാരമ്പര്യമാണ് അദ്ദേഹം പറയുന്നത്. യേശുവില്ലാത്തതുകൊണ്ട് പൂർണ്ണമല്ല. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന നമ്മൾ നമ്മുടെ പഴയ കഥ പറയാതിരിക്കുന്നത് നല്ലത്.
മനസ്സിലായി കാണും. ചുരുട്ടി ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. പ്രീ കൺവേർഷൻ ഡേയ്സ് വേദിയിൽ ഗ്ലോറിഫൈ ചെയ്യരുത്. ഇത്രയും നല്ല പാരമ്പര്യമായിട്ട് ഇച്ചിരി വാസനയുള്ള പാരമ്പര്യം ആണോ? ഇത്രയും ഞാൻ പറഞ്ഞ ഈ പ്രൗഡ് അദ്ദേഹത്തിന്റെ കാസ്റ്റ് ഐഡി എല്ലാം, എന്നിട്ടും ഒരു പറയുന്നു അത് വിത്തൗട്ട് ക്രൈസ്റ്റ് ആയതുകൊണ്ട് കൊള്ളത്തില്ല. അപ്പൊ മനുഷ്യനെ കേൾക്കാൻ കൊള്ളാത്ത പാരമ്പര്യമൊക്കെ ആണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാണ്. നിങ്ങളുടെ ഡിബേറ്റ് നടത്തിയ വിഷയം പ്രൈസലോ ഇത്രയും നല്ല പാരമ്പര്യമായിട്ടെന്നും പറയുന്നത് അത് ക്രിസ്തു ഇല്ലാത്തതോടൊന്നും പൂർണ്ണമല്ല. അതുകൊണ്ട് ദൈവം ഇല്ലാത്ത നമ്മുടെ പഴയ ജീവിതം പറഞ്ഞ് ദൈവനാമം മഹത്വപ്പെടത്തില്ല. യേശുവിനെ സ്വീകരിച്ച ശേഷമുള്ളതേ ഉള്ളൂ മഹത്വം. നിങ്ങളുടെ രക്ഷ പറയേണ്ടതും കൺഫഷൻ പറയേണ്ടതും നിങ്ങളുടെ റിപ്പറ്റൻസ് പറയേണ്ടതും അല്ല. അക്കാഡമി ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്തോത്രം. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യും പലരെ.